కొండలలో నెలకొన్న కోనేటి రాయడువాడు కొండలంత వరములు గోపెడువాడు కొండలలో నెలకొన్న కోనేటి రాయడువాడు కొండలంత వరములు గోపెడువాడు కొండలలో నెలకొన్న కోనేటి ഏയ് തുളസി ഇതുവരെ റെഡി ആയില്ലേ? അയ്യോ ഞാൻ മറന്നുപോയി. ഇപ്പൊ റെഡിയാവാ. കമോൺ 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 ഹരി അപ്പ്. ഡ്രൈവർ സർ കാർ അപ്പുറത്തേക്ക് മാറ്റിയിട്ടേക്ക് കേട്ടോ. ശരി സാർ. ഇതുവരെ ആയില്ലേ? റെഡി ആയി കഴിഞ്ഞു. ഇപ്പൊ വരാന്നേ. നിന്റെ ഒരുക്കെല്ലാം കഴിഞ്ഞ് പാർട്ടിക്ക് എത്തുമ്പോ എല്ലാം തീർന്നിട്ടുണ്ടാവും അവിടെ. ഇനി നമ്മൾ രണ്ടുപേരും അവിടെ ചെന്നിട്ട് അടിച്ചു വാരി പോരേണ്ടി വരും മോളെ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇങ്ങനെ ശല്യം ചെയ്ത ഞാൻ എങ്ങനെ വേഗം ഒരുങ്ങ? എന്തെങ്കിലും എടുത്തിട്ട് പെട്ടെന്ന് വാ. അയ്യ എന്താ ഇത്? ഛേ, ഇത്രയും ഡ്രസ് ധരിച്ച് വരരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ? തുളസി, നമ്മൾ പോകുന്ന ഗ്രാമത്തിലേക്കോ പാർട്ടിക്കോ? നോക്കിയേ, നിന്നെ ഇപ്പൊ കണ്ടാ ഒരു നോക്കുത്തിയെ പോലെ ഉണ്ട്. പോയി മോഡേൺ ഡ്രസ് ഇട്ടിട്ട് വാ. അല്ല, തുണി വാങ്ങാൻ കാശില്ലാത്ത പോലെ എത്താത്ത തുണി ഞാൻ ഉടുക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിലും നിങ്ങൾ എപ്പോഴും എങ്ങനെയാ? നിങ്ങൾക്കറിയാലോ ആ വൃത്തികെട്ട വേഷമൊന്നും എനിക്കിഷ്ടമില്ല എന്നുള്ളത്. നിന്റെ ഒരു കാര്യം, നിന്നെ പാർട്ടിക്ക് കെട്ടി എഴുന്നള്ളിക്കുന്നതിന് എനിക്കൊരു തലവേദനയാ. ഞാൻ വരണമെന്ന് പറഞ്ഞില്ലല്ലോ, നിങ്ങളല്ലേ എന്നെ നിർബന്ധിച്ചത്. ശരിയാ, നിന്നെ പാർട്ടിക്ക് വരാൻ പറഞ്ഞ എന്റെ ബുദ്ധി വേണം തല്ലാൻ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ. ശരി, നീ മൂഡ് ഓഫ് ആവണ്ട. ആയതായി, നീ വരാൻ നോക്ക്. അത്ര പെട്ടെന്ന് ഇത് എന്തൊരു പോക്കടിയർ. പ്രിയങ്ക, നീ എന്തായി കാണിക്കുന്നത്? നേരം എടുത്തില്ലേ? എനിക്ക് കോടതി പോകാനുള്ളതല്ലേ? അത് എപ്പോഴും ഉള്ളതല്ലേ, കുറച്ചുകൂടി കഴിയട്ടെ. ഇന്നെനിക്ക് മുഖ്യമായ ഒരു കേസ് വാദിക്കാനുണ്ട്. ഈ കേസിനെ കുറിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളതാ. എന്തൊരാളാപ്പാ! ബെഡ്റൂമിൽ കൂടി കോർട്ടിന്റെ വിചാരമാണോ? നിങ്ങൾക്ക് ഭാര്യയോട് കഴിയണമെന്ന് ആഗ്രഹമില്ലേ? പ്രിയേ, എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ കാണുന്നതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ? ബംഗ്ലാവ്, കാറ്, സ്റ്റാറ്റസ് എല്ലാം ആർക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടുന്നത്? നിനക്ക് വേണ്ടിയല്ലേ? അതൊന്നും എനിക്ക് ആവശ്യമില്ല. കുറച്ചു നേരം എന്റെ കൂടെ സന്തോഷമായിട്ട് കഴിയാൻ പറഞ്ഞാ അത് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഓ, ഇങ്ങനെ ഒരു വെജിറ്റബിളിനെയാണല്ലോ ദൈവം എനിക്ക് തന്നത്. നിന്നോട് തർക്കിക്കാൻ എന്നെ കൊണ്ടാവില്ല. തർക്കിച്ചുകൊണ്ട് ഇവിടെ നിന്നാലേ എനിക്കൊന്ന് കോടതി പോകാൻ പറ്റില്ല. ദൈവമേ, ഇങ്ങേർക്ക് വികാരം വരാനുള്ള ഇത്തിരി ബുദ്ധി പറഞ്ഞു കൊടുത്ത് ഒരു മനുഷ്യനാക്കി മാറ്റിയാൽ ഞാൻ എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്തേക്കാമേ. നിങ്ങളുടെ ഒരു കാര്യം, നീ എപ്പോഴും എങ്ങനെയാ? എനിക്ക് മൂഡ് വരുമ്പോ സഹകരിക്കില്ല. നിങ്ങൾക്ക് എപ്പോഴും എങ്ങനെയാ? 24 മണിക്കൂർ നിങ്ങൾക്ക് മൂഡ് തന്നെയാ. നിന്റെ വർത്താനം കേട്ടാ എനിക്കെന്തോ 24 മണിക്കൂർ നിന്നെ കൊണ്ട് സന്തോഷം. അത് കൊള്ളാം. അപ്പൊ എന്നെ കൊണ്ട് സന്തോഷമില്ലെന്നാണോ നിങ്ങൾ പറയണേ? നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ നിന്റെ മുന്നിൽ എന്തിനാ നണിക്കുന്നേ? എപ്പോ നോക്കിയാലും നിങ്ങൾ ഒരുമാതിരി കാട്ടായ. കാലത്ത് തന്നെ ഈ ഡ്രസ് എന്തിനാ? അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാ? എനിക്ക് അമ്പലത്തിൽ പോകാതെ പറ്റില്ല. എന്താ, സന്യസിക്കാനാണോ ഉദ്ദേശം? സന്യസിക്കാനൊന്നുമല്ല, എനിക്ക് പൂജയ്ക്ക് ടൈമായി. ഞാൻ വേഗം പോട്ടെ. എന്റെ ഒരു വിധി. ഇതുവരെ റെഡിയായില്ലേ? റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വരാം. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. നീ വരുമ്പോഴേക്കും സിനിമയുടെ ആദ്യം കാണാൻ പറ്റില്ല. ഇന്റർവെല് കഴിഞ്ഞിരിക്കും. പ്രിയേ, ഒന്ന് വേഗം. ഐ ആം റെഡി. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഈ ഡ്രസ്സില് ഞാൻ വളരെ സുന്ദരിയായിട്ടില്ലേ?
സുന്ദരിയോ? വളരെ വൃത്തികേടായിരിക്കുന്നു. നിനക്ക് കുറച്ചുകൂടി ഡീസന്റ് ആയിക്കൂടെ? നമ്മൾ സിനിമയ്ക്കല്ലേ പോകുന്നത്, അത് പബ്ലിക് പ്ലേസ് അല്ലേ. നീ എന്താ ഇങ്ങനെ? എനിക്കതൊന്നും കെയർ ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങൾ എന്തെങ്കിലും പറയുന്ന വെച്ച് ഞാൻ എന്തിനാ ബോധറാവുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ മാത്രമാണ് ഞാൻ ഡ്രസ് ചെയ്യാറുള്ളത്. കറക്റ്റ്. ആളുകൾ എന്നെ കുറിച്ച് എന്തു പറഞ്ഞാലും നിനക്കെന്താ? 6 മുഴ സാരി അണിഞ്ഞ് തുമ്പെടുത്ത് തലയെ ചുറ്റി, നെറ്റിയിൽ വലിയ പൊട്ടുതൊട്ട്, കാലില് പാദസര അണിഞ്ഞ്, നാട്ടുകാരുടെ മുമ്പിൽ തലയും കുനിച്ച്, കയ്യിലൊരു പൂജാപാത്രവുമായി ഒരു പട്ടിക്കാട് പെണ്ണിനെ പോലെ നടന്ന നിങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെടും. ആഹാ, നീ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് കുടുംബശ്രീകളുടെ ഐശ്വര്യം. ആ അലങ്കാരവും ആ അണിഞ്ഞൊരുങ്ങലുമാണ് ഏറ്റവും നല്ലത്. നോട്ട് ദിസ്. ആഹാ, ആ സൗന്ദര്യം കണ്ടില്ലേ? പൂജാപാത്രവുമായി നടന്നു പോകുമ്പോ പിന്നിയിട്ട നീളമുള്ള മുടി പുറകിൽ ചലിക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണ്. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളുടെ ഭർത്താവ് ഭാഗ്യം ചെയ്തവനാണ്. അതെ, അവൾക്കുള്ള ഭാഗ്യം പോലും എനിക്കില്ലാതെ പോയല്ലോ ഭഗവാനെ. കഷ്ടം. നിങ്ങളെ പോലൊരു കോന്തന്റെ ഭാര്യ എന്റെ നിർഭാഗ്യാണെന്ന് പറഞ്ഞാ മതി. അല്ല, നിന്നെപ്പോലൊരു ഭാര്യയെ കിട്ടിയത് എന്റെ ദുർവിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ, നിങ്ങൾ അതേ പറയുള്ളൂന്ന് നന്നായിട്ട് അറിയാം എനിക്ക്. ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളെ എൻജോയ് ചെയ്യാൻ അറിയാഞ്ഞിട്ട് ഭാഗ്യക്കേടാണെന്ന് എനിക്കൊരു കുറ്റം. യഥാർത്ഥത്തിൽ ഒരു പെണ്ണിനെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് നിങ്ങൾക്കറിയോ, അതോ അത് ഞാൻ പറഞ്ഞു തരണോ? ഓഹോ, അപ്പൊ നീ ഇതെല്ലാം പഠിച്ച് ഡിഗ്രിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കല്ലേ? കൊള്ളാലോ. എന്നാണോ ഞാൻ പറഞ്ഞത്? നീ പറയുന്നത് കേട്ടാൽ അങ്ങനെയല്ലേ തോന്നൂ. മതി, നിർത്തു നിങ്ങളുടെ അഡ്വൈസ്. ഞാൻ പറയുന്ന നല്ല കാര്യം എപ്പോഴെങ്കിലും നീ അനുസരിച്ചിട്ടുണ്ടോ? അല്ല, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. അതെനിക്കറിയാലോ. ജീവിതത്തിൽ ഒരിക്കലും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്ത് ചെയ്യാനാ? എല്ലാം എന്റെ തെറ്റാ. നീയും നിന്റെ ഈ വൃത്തികെട്ട വേഷവും. ഇപ്പൊ എനിക്കൊരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നത്. പറയട്ടെ? പറയ്. ഏതോ ഒരു കുരങ്ങിന്റെ കയ്യിൽ നല്ല വാസനയും ചന്തവും ഉള്ള പൂമാല കിട്ടിയതുപോലെ ആയിപ്പോയെന്ന്. കൊള്ളാം. നീയാ പറഞ്ഞ പഴഞ്ചൊല്ലി ഞാൻ പറയേണ്ടതാ. നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് കുടുംബത്തിലെ സ്ത്രീകളെ പോലെ ജീവിക്കാൻ അറിയില്ല. അല്ല, എന്താ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നോക്ക്, ഇത് കണ്ടോ? വാൾ പോസ്റ്റിൽ ഒട്ടിക്കുന്ന പശ പോലെയുണ്ട്. ആഴ്ചയിലാകെ 3 ദിവസാ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. നിങ്ങൾ എപ്പോഴും എങ്ങനെയാ? എപ്പോഴും എന്നെ തന്നെ കുറ്റം പറഞ്ഞോ? ഫ്രിഡ്ജ് കേടായിട്ട് ഒരാഴ്ചയായി. ദിവസം ഞാൻ പറയുന്നുണ്ട് ഫ്രിഡ്ജ് നന്നാക്കി തരാൻ. അതുമല്ലോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മാത്രം ഒരുപാട് രുചികരമായ ഭക്ഷണം വേണം. എപ്പ നോക്കിയാലും ഒരുപോലെ തന്നെയാ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഫ്രിഡ്ജ് റിപ്പയറിന്റെ കാര്യം പറഞ്ഞിട്ടാണ് എങ്ങനെ പറയുന്നേ? ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. വേണമെന്ന് കരുതിയാ ഏത് രീതിയിൽ വേണമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാം. എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്, ഞാൻ പോകുന്നു. നിങ്ങൾക്ക് എന്താ എത്ര വലിയ അർജന്റ്? ബൈ. അതെ, ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കാത്ത എന്താ? എനിക്ക് നിങ്ങളോടല്ലേ ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റൂ. ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പയർ ചെയ്യിച്ചേനെ. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ലെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? അതെനിക്കറിയേണ്ട ആവശ്യമില്ല. നീ അത് റിപ്പയർ ചെയ്യേ തല്ലി പൊട്ടിക്കേ, അതൊക്കെ നിന്റെ ഇഷ്ടം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന പശ പോലെയാകും ഭക്ഷണം. എനിക്ക് ഈ കാര്യമായിട്ട് യാതൊരു ബന്ധമില്ല മോളെ. എന്താ ബന്ധമില്ലെന്നോ? അപ്പൊ നമ്മൾ തമ്മിൽ ബന്ധമില്ലാതായോ? ഓക്കെ ഓക്കെ, ഇവിടുത്തെ പണികളൊക്കെ ഏറ്റെടുത്തിട്ട് നാളെ മുതൽ ഓഫീസിൽ പോകണ്ടെന്ന് വെക്കാം. ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നീ എത്ര തവണ പറഞ്ഞാലും നിനക്ക് തന്നെ മനസ്സിലാവില്ല. എങ്കിൽ ഞാൻ ഒരു തവണ പറഞ്ഞാൽ അത് 1000 തവണ പറഞ്ഞ മാതിരി. ബൈ. അയ്യോ, ഈ രജനീകാന്തിന്റെ ഡയലോഗിന് ഒരു കുറവുമില്ല. ഫയൽ അടച്ചു വെച്ചിട്ട് ഒന്നിങ്ങോട്ട് വന്നേ. എന്താ കാര്യം? വാന്നേ, വാ. അങ്ങോട്ട് നോക്കിക്കേ, ആ സീൻ എന്ത് രസാണെന്ന്. അത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? ഫയൽ അടച്ചു വെച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഈ വൃത്തികെട്ട സീൻ കാണാൻ വേണ്ടിയായിരുന്നോ? എനിക്കിതൊന്നും ഇഷ്ടമല്ല. ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും 24 മണിക്കൂറും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. കെട്ടികളെ കുറിച്ച് എന്തെങ്കിലും ആലോചനയുണ്ടോ? എനിക്ക് വേണ്ടി സമയം ചെലവാക്കാൻ ഒട്ടുമില്ല നിങ്ങൾക്ക്. പകല് മുഴുവൻ കേസും കോടതിയുമായിട്ട് നടന്നിട്ട് രാത്രി വന്ന ഫയലും പുസ്തകമായിട്ട് ഗുസ്തി മറിച്ചല്. ഇതെന്തൊരു ജീവിതമാണ്? നിനക്കെന്താ ജീവിതത്തിൽ ഇത്ര വലിയ പ്രശ്നം? നീ വലിയ ആഡംബരത്തിൽ തന്നെയാണല്ലോ കഴിയുന്നത്. സകല സൗഭാഗ്യങ്ങളും ഞാൻ നിനക്ക് തരുന്നില്ലേ? നിന്റെ ഈ സന്തോഷകരമായ ജീവിതം വേറെ ഏത് സ്ത്രീകൾക്കാ ലഭിക്കുക? അത് മനസ്സിലാക്കാത്തെന്താ? അയ്യോ, അതുകൊണ്ടായില്ല. ഒരു ഭാര്യ സുഖത്തോടെയും സന്തോഷത്തോടെയും കഴിയാൻ ഇതൊന്നും പോരെന്നേ. പണം ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രധാന കാര്യം. ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരുന്നാലേ നമ്മുടെ ദൈനംദിന കാര്യത്തിന്
ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പണമില്ലാന്നുണ്ടെങ്കിൽ ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. സ്വന്തം ഭാര്യയായ നീ പോലും വകവെക്കില്ല. ശരി, ഈ ഫയല് നോക്കുന്നതൊക്കെ എനിക്ക് വേണ്ടിയാണെന്ന് സമ്മതിച്ചു. നിനക്ക് വേണ്ടതെല്ലാം തരുന്നില്ലേ? തരുന്നില്ലെന്നോ? അതുകൊണ്ടായില്ലല്ലോ. എനിക്ക് വേറൊന്നും വേണ്ടേ? നിനക്കിനി എന്താ വേണ്ടത്? ദേ, ഈ ഓവർ ആക്ടിങ് എനിക്ക് പിടിക്കാത്തത്. സമ്പാദിക്കുന്ന കാലത്തെ നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റൂ. സമ്പാദിച്ചില്ലെങ്കിൽ അവസാന കാലം തെണ്ടേണ്ടി വരും. അത് ആസ്വദിക്കാനായിട്ട് നിങ്ങളെന്താ എനിക്ക് പിള്ളേരെ തന്നിട്ടുണ്ടോ? ഓഹോ, നിന്റെ ഈ തർക്കികളൊന്നും നിർത്തുവോ? എനിക്ക് കുറെ ജോലി ചെയ്ത് തീർക്കാനുണ്ട്. നീ ഒന്ന് പോയി കിടന്നേ. അതെ അതെ, നിങ്ങൾക്ക് കേസും കോടതിയാ മുഖ്യം. പിന്നെന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? ആ പുസ്തകത്തെ തന്നെ കെട്ടായിരുന്നില്ലേ? അല്ല, നിന്നോടല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞേ? ഇത് വല്ല പാട് തന്നെ. കെട്ടിയ പെണ്ണിനെ സന്തോഷിപ്പിക്കണമെന്ന് ഉദ്ദേശമില്ല, ആഗ്രഹമില്ല. വിധി, അതല്ലേ വഴിയുള്ളൂ. പ്രിയേ, എന്റെ വിലപ്പെട്ട സമയം നീ നഷ്ടപ്പെടുത്തരുത്. നിന്റെ പെരുമാറ്റത്തിൽ എനിക്ക് സംശയമുണ്ട്. നീ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. ഞാൻ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകാൻ എനിക്ക് ഭ്രാന്തൊന്നും പിടിച്ചിട്ടില്ല. എനിക്കല്ല ഭ്രാന്ത്, അത് നിങ്ങൾക്കാ പണഭ്രാന്ത്. ഏയ്, വാട്ട് ആർ യു ഡൂയിങ്? എന്താ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? ദൈവമേ, ഈ ഡോക്യുമെന്റ്സ് ഞാൻ എന്ത് ചെയ്യും? കഷ്ടം. നിങ്ങൾ എന്തീ കാണിക്കണ? കാലം നേരം നോക്കാതെ. ഇതിലെന്ത് നോക്കാനാ? അതല്ല ഞാൻ. നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്താ? അമ്പലത്തില് എനിക്ക് അതൊക്കെ പോട്ടെ, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക്. അയ്യോ വേണ്ട, ഇത് സന്ധ്യാസമയാ. ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട സമയം. നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. അയ്യോ, ഈ മൂഡ് വരും നേരത്താ അവളുടെ ഡയലോഗ്. ഇനിയിപ്പോ ഞാൻ എങ്ങനെ സഹിക്കും? തപസ് ചെയ്തിരുന്നോ? നേരം വെളുത്തോളൂ. എന്നും ഉറങ്ങാൻ എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് തന്നെയാ വിധി. എന്റെ ദൈവമേ, എന്റെ ജീവിതം എങ്ങനെയായി പോയല്ലോ. തുളസി, തുളസി, സമയം 12 നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ? എത്ര നേരമായെന്നറിയാം ഞാൻ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കണു. വാ, ആഹാരം കഴിക്കാം. ഞാൻ ആഹാരം കഴിച്ചിട്ടാ വന്നേ. ദിവസം ചെല്ലുന്തോറും നിങ്ങളുടെ സ്വഭാവം മാറുക. നിങ്ങൾ എന്താ ഇങ്ങനെയായി പോയത്? ഒരു ഭാര്യ വീട്ടിലുണ്ടെന്നുള്ള വിചാരേ ഇല്ല. 24 മണിക്കൂറും ജോലി ജോലി തന്നെ. എന്നെ പുറത്ത് എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാറുണ്ടോ? എനിക്ക് ലക്ഷങ്ങൾ സമ്പാദിച്ചു തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കുടുംബനാഥനായി എന്റെ അടുത്തിരിക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. നീ ഇപ്പോഴും എങ്ങനെയാ പറയൂ? എപ്പോഴും നിനക്ക് നിന്റെ കാര്യം തന്നെയാ വലുതും. ഛേ, എന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ നിനക്ക്. ഗുഡ് നൈറ്റ്. ഹായ് ഹണി. ഹായ്. എങ്ങനെയുണ്ട് നമ്മുടെ സെറ്റ്? കൊള്ളാം. നിങ്ങൾ എന്താ എത്ര താമസിച്ചേ? ഓ, ഐ ആം സോറി ഹണി, കുറച്ച് ലേറ്റ് ആയി. എത്ര സമയം വന്നിട്ട്? 3 മിനിറ്റായി. മനസ്സിലായോ? ഓ മൈ ഗോഡ്, നിന്റെ ബ്ലൂ കോസ്റ്റ്യൂം എന്തേ ഹണി? അത് കാണാതെ പോയിന്നേ. അയ്യോ, എന്തൊരു ബാഡ് ലക്ക്. ഇങ്ങനെ സംസാരിച്ചാ മതിയോ? റെഡി ആവുന്നില്ലേ? അതിനാണോ പ്രയാസം? ജസ്റ്റ് 2 seconds. വാവ്, സൂപ്പർ. ഇപ്പൊ ചുള്ളനായി. Then okay, come on. Okay. Lights off, sound. ഏയ്. Hey honey, ശ്ശോ. honey. Hey. Lights on, start camera. കണ്ടോ എൻ പൂമേനി കൊടുകൂട്ടി
കുടമോ ചുമന്നു നിൽക്കുമോ പതിവായി ചൂടി പതിച്ചു പൊങ്ങുമോ മുത്തുകൂത്തു ഞാൻ മുത്തമേകിടാം കയ്യിൽ നീന്തിയ പുഷ്പഹാരമായി കലപില കൂട്ടും തേന്മഴ പെയ്ത് അരുവികളൊഴുകും സുരവില നിമിഷം ഹരിതമി ഭൂമിയിൽ നിറഞ്ഞൊരു വസന്തം എന്നിൽ നീ കാണലിലയോ ഏഴുവന്ന ചെപ്പിൽ നീ കണ്ടോ എൻ ഭൂമിയിൽ കൊടുകൂട്ടി കൂടാമോ എൻ മന്ദാരപ്പൂവേ മുകുളം വിരിയും പ്രേമവല്ലിയിൽ മണിമേഘം ഒരു രാഗതാളമായി മുള്ളുകൊള്ളുക കൺകൾ നോട്ടമായി ഇനിയെല്ലാം നീയായി മാറുമോ ഏഴുവന്ന ചിപ്പിൽ നീ കണ്ടോ എൻ ഭൂമിയിൽ കൊടുകൂട്ടി കൂടാമോ എൻ മന്ദാരപ്പൂവേ കലപില കൂട്ടും തേന്മഴ പെയ്തേ അരുവികളൊഴുകും സുരവില നിമിഷം ഹരിതഭൂമിയിൽ നിറഞ്ഞൊരു വസന്തം എന്നിൽ നീ പ്രാണനിലയോ ഏഴുവന്ന ചെപ്പിൽ നീ കണ്ടോ എൻ ഭൂമിയിൽ കൊടുകൂട്ടി കൂടാമോ എൻ മന്ദാരപ്പൂവേ മധുനുകരാനായി വരുമീ രാവിൽ കനകമലർ വിരിയും സൗരഭ്യം വാമൊഴി കേൾപ്പാൻ വരമൊഴിയേകാൻ പുതുമൈ ചുംബനമേകാൻ പോരൂ ഏഴുവർണ്ണ ചിപ്പിൽ നീ കണ്ടോ എൻ ഭൂമിയിൽ കൊടുകുട്ടി കൂടാമോ എൻ മന്ദാരപ്പൂവേ മോഡലിങ്ങിനും ആക്ടിങ്ങിനും ആളുകളെ ആവശ്യമുണ്ട്. ഞാൻ വരട്ടെ, ബൈ. എവിടേക്കാ? ഞാൻ മോഡലിങ്ങിന് പോവാ. മോഡലിങ്ങോ? ഓ സോറി. അയ്യോ, ഷിറ്റ്. എന്തെങ്കിലും ആശ്ചര്യത്തോട് നോക്കുന്നേ? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. എനിക്കെന്താ സൗന്ദര്യം ഇല്ലേ? പേഴ്സണാലിറ്റി ഇല്ലേ? അതല്ല കാര്യം. നിനക്കിവിടെ എന്തിനെങ്കിലും ഒരു കുറവുണ്ടോ? നിന്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? പണവും വേണ്ടത്ര അന്തസ്സൊക്കെ ഉണ്ടല്ലോ. പൈസയെ കുറിച്ച് അന്തസ്സിനെ കുറിച്ച് പറയുന്നത് നിങ്ങളെ പോലുള്ള വലിയ മനുഷ്യരാ. കാശ് സമ്മതിക്കാൻ വേണ്ടിയല്ല ഞാനിങ്ങനെ മോഡലിങ്ങിന് പോകാൻ തീരുമാനിച്ചത്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. എനിക്ക് മോഡലിംഗാ ഇഷ്ടം. ഇതുവരെ ഞാൻ ഒന്നും നേടിയിട്ടില്ല. എന്നാൽ ഇനിയെങ്കിലും എനിക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ട്. എന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ എനിക്ക് ഇപ്പോഴും അവസരം കിട്ടിയത്. ഞാനെന്തിനാ അത് പാഴാക്കുന്നത്? പ്രിയങ്കേ, നീ ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ എന്താ? സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു അഡ്വക്കേറ്റാ ഞാൻ. എന്റെ കുടുംബത്തിന് അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ട്. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് മോഡലിംഗ് എന്ന് പറഞ്ഞ് പോയാലുണ്ടല്ലോ, എന്റെ സ്റ്റാറ്റസ് എന്താകും? ഞാൻ നാട്ടുകാരെ മുഖത്ത് എങ്ങനെ നോക്കും? നിന്റെ ഈ പെരുമാറ്റം ഉണ്ടല്ലോ, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഐ എം സോറി. ആരും എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അതിന് സമ്മതിക്കാറുമില്ല. എനിക്ക് എന്താണ് ഇഷ്ടം ഞാനത് ചെയ്യും. അത് തെറ്റായാലും ശരിയായാലും. പ്രിയങ്ക, ഇതത്ര ശരിയായ കാര്യമല്ല. നിന്റെ പിടിവാശി കളയണം. നോക്കൂ, ജീവിതം വളരെ ചെറുതാണ്. പ്രത്യേകിച്ച് ഈ യൗവനം അതിലും ചെറുതാണ്. എന്റെ ജീവിതം വെറുതെ ഇങ്ങനെ പാഴാക്കി കളയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പ്രിയങ്ക, ദാറ്റ്സ് നോട്ട്. നിങ്ങളുടെ വാദമൊക്കെ കോർട്ടിലായിക്കോ. എന്റെ അടുത്ത് വേണ്ട. ഞാൻ പോവാ. ബൈ. എക്സ്ക്യൂസ് മീ. യെസ്, MD ശ്രീധർ സർ. ദാ അവിടെ. താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ. യെസ്. ഇവിടുത്തെ MD. യാ, വാട്ട് യു വാണ്ട്? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇരിക്കെ. താങ്ക് യു സർ. എനിക്ക് മോഡലിംഗിൽ താല്പര്യമുണ്ട്. ഫോട്ടോഗ്രാഫ് പ്ലീസ്. ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അഡ്രസ് തരാം സർ. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ജൂഹു സ്ട്രീറ്റ്, റോഡ് നമ്പർ 5, പ്ലോട്ട് നമ്പർ 6. ആർ യു ജോക്കിംഗ്? ഇത് എന്റെ അഡ്രസ് തന്നെയാണല്ലോ.
ഇത് ജോക്കല്ല. എന്റെ അഡ്രസ് തന്നെയാ പറഞ്ഞത്. സാറിന്റെ അഡ്രസ് ഞാൻ എങ്ങനെ പറയാനാ? വാട്ട് ഇസ് സിമിലാരിറ്റി? ബൈ ദ ബൈ, നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, എക്സെട്രാ എക്സെട്രാ, നിങ്ങളുടെ ഹിപ്പിന്റെ ലെവൽ? എന്റേത് 6/x ആണ്. 6/6ഓ? യു ഫണ്ണി. 6/x. വാട്ട് എ സർപ്രൈസ്. നമ്മൾ അടുത്തടുത്താണല്ലേ? നമ്മൾ ഇത്ര അടുത്തായിരുന്നിട്ടും ക്ലോസ് ആകാൻ വൈകിപ്പോയി. എനിവേ വി ആർ ലക്കി. ഐ ആം ഫീലിംഗ് സോ ഹാപ്പി. റിയലി? എന്റെയും സെയിം ഡയലോഗാ. തുളസി, തുളസി. Shit. തുളസി, തുളസി, എന്താ ഇത്? വാ, വേഗം വാ, വേഗം വാ. ഈ ടീയും എന്താ ഇത്? നീ ഇങ്ങനെ കിടന്ന് പാടിയാ ആ ദൈവം ഇറങ്ങി വരുന്നാണോ വിചാരം? ദൈവം ഇറങ്ങി വരാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ പാടിയത്. പിന്നെന്തിനാ വേഗം വാ, വേഗം വാ എന്ന് പാടുന്നേ? എനിക്കറിയില്ല. അല്ല, നീ ഇങ്ങനെ ദിവസം മുഴുവൻ പാടിക്കൊണ്ടിരുന്നാല് സംഗീതം കൊണ്ട് മണിമാളയെ കെട്ടാന്നാണോ നിന്റെ വിചാരം? അല്ല, നിങ്ങൾ എന്നോട് വഴക്കിടാൻ പോവാണോ? അതല്ല ഡിയർ, സന്തോഷിക്കാനായിട്ട് നമുക്ക് MTV FTV ഒക്കെ കാണാലോ. ആ തല്ലിപ്പൊളി ചാനലിലെ പരിപാടിയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതിലും നല്ലത് ഇതാ. ഈ ശാസ്ത്രീയ സംഗീതം മനസ്സിന് എന്തൊരു ആനന്ദാണെന്നറിയോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാനാ? സംഗീതത്തെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. എന്നോട് ചോദിച്ചു മനസ്സിലാക്ക്. ദൈവത്തിന്റെ വരദാനമായ ഈ അപൂർവ സംഗീതം എത്ര ഭാഗ്യം ചെയ്തവർക്ക് കിട്ടുമെന്നറിയോ? എന്റെ തലക്കിൽ അടുക്കി അടുക്കി. ഓക്കെ, ശരിയാക്കാം. ഇത്രയും നാളത്തെ എന്റെ ലൈഫില് ഇതുപോലൊരു സ്ട്രോങ് ബോഡി ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ആണായിട്ട് പിറന്നാൽ ഇതുപോലെ ഇരിക്കണം ബോഡി ഷേപ്പ്. എന്റെ ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും എന്തിനും ഏതിനും നിയമങ്ങളല്ലാതെ സ്നേഹത്തോടെ ഒരു വാക്കുപോലും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ആ യൂസ്ലെസ്സിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് ശുദ്ധ മണ്ടത്തരാ. ഹായ്. ഓ ഹായ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കെ. വല്ലാതെ ബോറടിക്കുന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ അതെയോ? ആ അതന്നെ. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നിന്റെ ബോറടി മാറ്റുന്നതിന് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നോ? യെസ്. ഇവളെന്തെങ്ങനെ? വല്ല മെന്റൽ കേസാണോ? എന്താ, എന്നെ കണ്ടിട്ട് മെന്റലാണെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ അയച്ചിരുന്നല്ലോ. ഓഹോ. എനിക്ക് ആഡ് ഫിലിമിൽ മോഡലാവാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എന്റെ ഫിഗർ അതിന് പറ്റിയതാണോ? വാവ്, എന്താ ഈ പറയുന്നത്? നിന്നെ പോലൊരു സുന്ദരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യമായിട്ടും? സത്യമായിട്ടും. ഓക്കെ, 2-3 ഡേയ്സിൽ നിനക്ക് സ്കിൻ ടെസ്റ്റ് ഉണ്ട്. സ്കിൻ ടെസ്റ്റോ? അല്ല, സ്ക്രീൻ ടെസ്റ്റ്. എനി ഒബ്ജക്ഷൻ? നോ ഒബ്ജക്ഷൻ ഫോർ എനിത്തിങ്. നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്തോളൂ. ഓൾറൈറ്റ്, സ്ക്രീൻ ടെസ്റ്റ് ഓക്കെ ആയാൽ അടുത്ത ന്യൂ ആർട്ട് ഫിലിമില് നീയാണ് എന്റെ ഹീറോയിൻ. എന്ത്, നിങ്ങളുടെ ഹീറോയിനോ? അതെ, ആർട്ട് ഫിലിം. താങ്ക് യു വെരി മച്ച്. അങ്ങനെ ഇവിടെ എത്തി. ലാ 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 ലാ. വൗ, ഹായ് തുളസി, സുഖാണോ? ഞാനാ, മനസ്സിലായില്ലേ? ഡിങ്കി ചിക്കിങ്. ഹലോ നവീൻ, എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ? എന്നെ ഞെട്ടിപ്പിക്കാന്ന് വിചാരിച്ചു, പെട്ടെന്ന് പോകണോ? ഇരിക്കെ. തുളസിക്ക് ഇവനെ മനസ്സിലായോ? എന്റെ കൂടെ പഠിച്ചവനാ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയാറില്ലേ എന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടിനെ കുറിച്ച്. ഇവനെ ആളാരായിരുന്നു അറിയോ?
ഇവൻ എന്റെ കൂട്ടുകാരൻ മാത്രമല്ല, എന്റെ സ്വന്തം പോലെ. ഇതെന്റെ ഭാര്യ തുളസി. നമസ്കാരം. നമസ്കാരം. ഇരിക്കെ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ആ ഓക്കെ. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള്? ജോലി നിനക്കിപ്പോ ഇവിടേക്കാണ് ജോലി കിട്ടിയത്? അതേടാ, ഇങ്ങോട്ട് മാറ്റം കിട്ടിയ കൊണ്ടാ പെട്ടെന്ന് പോരേണ്ടി വന്നു. വെരി ഗുഡ് വെരി ഗുഡ്. അതെന്തായാലും നന്നായി. നിന്റെ കുടുംബമൊക്കെ എന്ത് പറയുന്നു? അത് പിന്നെ പെണ്ണോ? തുളസിയെ പോലെ ഐശ്വര്യമുള്ള ഒരു പെണ്ണിനെ ഞാൻ ഇവിടെ കണ്ടത്. ഇതുപോലൊരു പെണ്ണിനെ കിട്ടിയ ഉടനെ കല്യാണം കഴിക്കാം. ആരാ നോക്ക്? ഹലോ, ഞാൻ പ്രിയങ്കയാ. സാറിന് ഫോൺ കൊടുക്കാവോ? നിങ്ങൾ ആരാ സംസാരിക്കണേ? അതറിയേണ്ട ആവശ്യമില്ല. സാറിന് ഫോൺ കൊടുക്ക. നിങ്ങൾ കുറച്ചുകൂടി മര്യാദയായിട്ട് സംസാരിക്കണം, ആ മനസ്സിലായോ? ഫോൺ ഇങ്ങോട്ടതാ. ഹലോ ഹലോ, ഞാനാ പ്രിയങ്ക. ഓ പ്രിയ, നീയാണോ? മണിക്കൂറിനുള്ളിൽ ബീച്ചിൽ വരണം. ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഷുവർ, ബൈ. ഏതവളാ ഈ ഫോൺ വിളിച്ചേ? ഏതൊരു മോഡലാ? മോഡൽ കേളോ? അവളാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? ആരാണെന്നറിയാതെ ഒരു മര്യാദയില്ലാതെ. ഇതൊക്കെ നിന്നോട് പറയാൻ നിന്നാലേ എനിക്ക് പോകേണ്ട സമയം തെറ്റും. അവളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ പോകുന്ന കാര്യം സംസാരിക്കുന്നേ? നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഞാൻ പോയാലല്ലേ കാര്യം നടക്കൂ. നീ നിന്റെ ജോലി നോക്ക്. അവളെന്താ വേഗം വരാൻ പറഞ്ഞോ? ഹൂ, നിന്റെ സ്വഭാവം ഇങ്ങനെയായി പോയല്ലോ. സംതിങ് ഈസ് റോങ്. ഓക്കേടാ, Okay. ഓഫീസിൽ പോകാൻ സമയമായി. എന്റെ ലഗേജ് ഇവിടെ ഇരിക്കട്ടെ. ഓ, ഓഫീസിൽ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം. ഓക്കേടാ, ജോലി കഴിഞ്ഞ് ഞാൻ Bye, ഇങ്ങോട്ട് good luck. ഓക്കെ ഓക്കെ ഓക്കെ. തുളസി, ഞാൻ ആദ്യമായിട്ട് ഓഫീസിൽ പോവുക. ഒന്നെതിരെ നടക്കാവോ? ചെല്ല്, അവൻ പറയുന്ന കേട്ടില്ലേ? എന്താ ഇത്? ഇവിടെ വെള്ളമൊന്നും ഇല്ലല്ലോ. ഓണറിനോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കട്ടെ? യു നോട്ടി. യു ബ്യൂട്ടി. കുറച്ച് വെള്ളം തരുവോ? ഈ ഐസ് വെള്ളത്തിന് നല്ല മധുരം. എന്തിനാണ് ഇത്തരം പൊട്ട ഡയലോഗ് പറയുന്നത്? അങ്ങേര് വരാൻ ഏതായാലും ഒരുപാട് നേരം വൈകും. നിങ്ങളൊന്ന് പുറത്തു പോയിട്ട് വാ. അയ്യോ, എന്താണ് ഈ പറയുന്നത്? ഞാൻ ഇപ്പൊ തന്നെ വീട് വിട്ട് പുറത്തു പോകണമെന്നോ? അതൊന്നുമല്ല, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്നോർത്ത് പറഞ്ഞതാ. ഓഹോ, നീ അറിഞ്ഞു മേലെമാനത്ത് 1000 ഷാപ്പുകൾ. ഹലോ ബ്രദർ, നീ എന്തൊരു മുന്നറിയിപ്പില്ലാതെ? നീ എന്താ ഇത്രയും താമസിച്ചത്? ജീവിതത്തിൽ ഒരു സന്തോഷമില്ല. നീ എന്താ ഈ പറയുന്നത്? മഹാലക്ഷ്മി പോലൊരു പെണ്ണ് വീട്ടിലുണ്ടായിട്ടോ? കണ്ടാ മഹാലക്ഷ്മി ഒക്കെ തന്നെയാ, പക്ഷേ അനുഭവത്തിൽ സതിസാവിത്രിയാ. സോറി, അറിയാതെ കൊണ്ടതാ. ഓക്കെ ബ്രദർ, ഗുഡ് നൈറ്റ്. അതെ, എന്റെ റൂമും ഇവിടെ തന്നെയാ. മൗനം സമ്മതമാണെന്ന് അർത്ഥം. നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും സഹായിക്കണമോ? അതല്ല തുളസി, അവൻ ഉറങ്ങിക്കിടക്കയല്ലേ. നിനക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ സുമുഖറാണി നീ, സുമുഖനായി ഞാൻ കൂടെ, മൃദുലയാമിനി താരമിഴികളിൽ നിറമലർ നിറയേ. സുമുഖറാണി നീ, സുമുഖനായി ഞാൻ കൂടെ, മൃദുലയാമിനി താരമിഴികളിൽ നിറമലർ നിറയേ. സുമുഖറാണി നീ.
വാതിൽ തുറന്ന് വരികയും പ്രിയ ദേവതയായി കനക കൊട്ടാര വാതിൽ തുറന്ന് വരികയും പ്രിയ ദേവതയായി ചന്ദ്രകിരണം മിന്നി നിൽക്കും മൃദുലമേനിയിൽ സുമുഖറാണി നീയേ മനസ്സിൽ കളിയാടി പൂവസന്ത കുളിരായി വാ മൂക മനസ്സിൽ കളിയാടി പൂവസന്ത കുളിരായി വാ പളുങ്കു പെണ്ണിനെ പുളകമായി ഞാൻ മധുര സുന്ദരമേ സുമുഖറാണി നീയേ ചിലമ്പുമേളമൊരാഘോഷം ചുണ്ടിലൊഴുകും തേൻപൂരം ചിലമ്പുമേളമൊരാഘോഷം ചുണ്ടിലൊഴുകും തേൻപൂരം ചെണ്ടുമല്ലിക പൂവിനോടായി എന്ത് ചോദിച്ചു സുമുഖറാണി നീയേ സുമുഖനായി ഞാൻ കൂടെ മൃദുലയാമിനി താരമിഴികളിൽ നിറമലർ നിറയേ സുമുഖറാണി നീയേ. ഏയ് ഇന്നൊരു പണിയും വെക്കണ്ട, നമുക്കൊന്ന് പുറത്തു പോയാലോ? ഇപ്പൊ തന്നെ വേണോ? താങ്ക് യു വെരി മച്ച്. ഹലോ. ഹായ്, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഓക്കേ, ക്യാൻ വി സ്റ്റാർട്ട്? ഓക്കേ. ശേഖർ സർ, ഇപ്പോൾ നിങ്ങൾ സാരി എടുക്കണം. ആഹാ. ആദ്യം നമുക്ക് ഫോട്ടോ സെഷൻ എടുക്കണം. അതിന് നിങ്ങൾ സാരി എടുത്തേ പറ്റൂ. നിങ്ങൾ എന്താ വരൂ പോകൂ ഇരിക്കൂ എന്തൊക്കെ പറയുന്നത്? അത് ഞാൻ നിങ്ങളോട് ബഹുമാനത്തിൽ പറയുന്നതാ. എനിക്ക് നിങ്ങളുടെ ബഹുമാനം അല്ല വേണ്ടത്. എടി വാ പോ എന്നൊക്കെ അധികാരത്തിൽ പറയണം. അതാ എനിക്കിഷ്ടം. പോയി സാരി എടുത്തിട്ട് വാടി. അങ്ങനെയല്ല. ഇഷ്ടപ്പെട്ടില്ലേ? പോയി സാരി എടുത്തിട്ട് വാടി. അങ്ങനെ വഴിക്ക് വാ. ഇതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. എന്താ താമസം? സാരി ഉടുത്തിട്ട് ഒട്ടും ശരിയാവുന്നില്ലെന്നേ. അത് കൊള്ളാലോ. സാരി കൂടി ഉടുക്കാൻ അറിയില്ലേ? ഞാൻ ഇതുവരെയ്ക്ക് സാരി ഉടുത്തിട്ടില്ലെന്നേ. ഞാൻ എപ്പോഴും മോഡേൺ ഡ്രസ് തന്നെയാ ധരിക്കുന്നത്. നേരെ നിക്ക്. ഓഹോ, ഇത് കൂടി കെട്ടാൻ അറിയില്ലേ നിനക്ക്? ഇത് ഇങ്ങനെയല്ലേ കെട്ടേണ്ടത്. പൊക്കിള് കാണുന്ന വിധത്തിൽ താഴ്ത്തി കെട്ടണം. ഇറക്കി ഇറക്കി താഴ്ത്തി. അങ്ങനെ അങ്ങനെ തന്നെ. ഇനി ഇതെടുത്ത് ഇങ്ങനെ ഇറക്കി. ബ്യൂട്ടിഫുൾ. ഇപ്പൊ നിന്നെ കാണാൻ ആദ്യ സുന്ദരിയായിട്ടുണ്ട്. എപ്പോഴെങ്ങനെ ഉടുപ്പിക്കാൻ കിട്ടിയാല് അതെന്റെ ഭാഗ്യായാന്. എന്താ എന്താ പറഞ്ഞത്? അതെ അതെ, അല്ല ഇപ്പൊ നിന്നെ കാണാൻ ഹീറോയിൻ ലുക്ക് ഉണ്ടെന്ന്. അല്ല, ഡബിൾ മീനിംഗിൽ പറയരുത് കേട്ടോ. അയ്യോ, ഈ പാവത്തിനെ എന്നെ കുറ്റം പറയല്ലേ. യു നോട്ടി. ഷോർട്ട് റെഡി. എടാ, ഇവിടെ വാടകയ്ക്ക് വീട് കിട്ടുമോ? എന്തിനാ? ആർക്കാ? ആർക്കാണെന്നോ? എനിക്ക് താമസിക്കാൻ ഒരു വീട് വേണം. എടാ ഫൂൾ, ഇത്രയും വലിയ ബംഗ്ലാവ് ഉണ്ടായിട്ട് നീ വേറെ സ്ഥലം അന്വേഷിക്കും. അത് ശരി, തുളസിക്ക്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആ അതെ. എടാ, എന്റെ എല്ലാം നിന്റെ സ്വന്തം പോലെ കരുതിക്കോ. താങ്ക് യുടാ. വേഗം പോയി കിടന്നുറങ്ങാൻ നോക്ക്. വല്ലാത്ത ക്ഷീണം കാണും. ഗുഡ് നൈറ്റ്. ഓക്കേടാ, ഗുഡ് നൈറ്റ്.
ഇവളുടെ ഈ മനം വയ്ക്കുന്ന സൗന്ദര്യം എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഇവളെ കൈ കിട്ടുവോ ആവോ? ഈ തങ്കം പോലുള്ള സുന്ദരി പെണ്ണിനെ ഒരു തവണയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അത് നടക്കുമെന്ന് തോന്നണില്ല. അയ്യോ, അപ്പോഴേ എന്നെ മെനക്കെടുത്താനല്ലേ, പോയി വേറെ പണി വല്ലതും നോക്ക്. ഇത് നല്ല തമാശയാണല്ലോ. അതെ, തൽക്കാലം അതിലെനിക്കിപ്പോ മൂടില്ല. നിനക്ക് മൂടില്ലെന്നോ? അപ്പൊ നീ ഭൂമിയിലൊന്നും അല്ലേ? നിനക്ക് മൂടില്ലെന്ന് പറഞ്ഞാലേ ഈ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ലോകത്തിലുള്ള എല്ലാവരുടെ കൺമുന്നിൽ ഞാൻ ഒരു കാമപിശാചാണെന്നാണോ? ശരിയല്ലേ? എപ്പോഴും നീ എന്നെ വാവാന്ന് വിളിക്കും. ഇന്ന് നിന്റെ സ്വഭാവത്തിന് എന്താ ഒരു വ്യത്യാസം? നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണെന്ന്. ഓ, അതാണോ? ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ടൈം എത്രയെന്നറിയോ? എന്താ നിങ്ങളുടെ വാച്ച് നിന്നുപോയോ? കളിയാക്കുകയാണോ? നീ വന്ന സമയം എത്രയെന്നാ ഞാൻ ചോദിച്ചത്. സാരമില്ല, ഈ രാത്രിയിൽ ടി വി വെച്ച് എന്തിനാ ശല്യപ്പെടുത്തുന്നത്? എപ്പോഴും ഞാൻ ഇവിടെ വെറുതെ കൈയും കാലും കെട്ടിയിരിക്കണം എന്നാണ് നിങ്ങൾ പറയണേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഏതോ ആർട്ട് ഫിലിം ഉണ്ടെന്ന് പറഞ്ഞ് നീ നിന്റെ ഇഷ്ടത്തിന് പോകുന്നു. ശരി, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനും മിണ്ടാതെ നിൽക്കുക. അങ്ങനെ ഞാൻ വിട്ടുകൊടുത്തപ്പോ നീ നിന്റെ തോന്നിയാസമാണ് കാണിക്കുന്നത്. അത് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ, ഞാൻ ചോദിക്കാൻ വരില്ല. ദാറ്റ്സ് ഓൾ. നിനക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ട യാതൊരു കാര്യവുമില്ല. സമയം എന്തായെന്നുള്ള വല്ല ബോധമുണ്ടോ നിനക്ക്? നിനക്ക് തോന്നിയ പോലെ ഇങ്ങനെ അർദ്ധരാത്രി കയറി വന്നാലേ നിന്റെ ഭർത്താവായി എനിക്കാണ് അതിൽ നാണക്കേട്. നാട്ടുകാരെന്തൊക്കെ പറയുമെന്നറിയാവോ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ എന്റെ സുഖവും സന്തോഷവും ത്യാഗം ചെയ്യാൻ തയ്യാറല്ലെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നോർത്ത് ആലോചിച്ച് സമയം കളയുന്ന സ്വഭാവം എനിക്കില്ല. നിങ്ങൾക്ക് സുഖം ആവശ്യമില്ല, പക്ഷെ എനിക്കുണ്ട്. നിങ്ങളിൽ നിന്ന് ഞാൻ എന്ത് സന്തോഷം ഇതുവരെ അനുഭവിച്ചിട്ടുള്ളത് നിങ്ങൾ പറ. അതുമാത്രല്ലേ പറയാനുള്ളത്. പ്രിയങ്കേ, നീ പറയുന്നത് ശരിയല്ല. എല്ലാവർക്കും സ്വന്തം ഇഷ്ടം വലുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടവും എനിക്ക് എന്റെ ഇഷ്ടവും. ദാറ്റ്സ് ഓൾ. ഇന്ന് വരെ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ തലയിട്ടിട്ടുണ്ടോ? എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ എന്റെ രീതിയിൽ എൻജോയ് ചെയ്തോളാം, നിങ്ങൾ നിങ്ങളുടെ രീതിയിലായിക്കോ. നിങ്ങൾ എന്റെ കാര്യത്തിലും വരണ്ട, ഞാൻ നിങ്ങളുടെ കാര്യത്തിലും വരില്ല. എടി, നീ തോന്നിയ ദിവസം പോലെ എങ്ങനെയും ജീവിക്കും.
തുളസി, നിന്നെ ഞാൻ സഹായിക്കട്ടെ? എന്താ സോപ്പിട് വേണോ? ആ സോറി തുളസി, നിന്നെ പോലെ അതിസുന്ദരിയായ ഒരു ഭാര്യ ഈ അടുക്കളയിൽ കിടന്ന് പാടുപെടുന്ന കാണുമ്പോ, അതുമല്ലാതെ നിന്റെ മൃദുലമായ കൈകൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എന്റെ മനസ്സ് വേദനിക്കുന്നു. നിന്റെ ഭർത്താവിന് നിന്നോട് ഒരു സ്നേഹം ഇല്ലാത്തപ്പോ നീ എന്തിനാ അയാൾക്ക് വേണ്ടി ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത്? നിന്റെ ആഗ്രഹം എന്താണെന്ന് എന്നോട് പറ. നീ സമ്മതിക്കുകയാണെങ്കിൽ നിന്നെ ഒരു മഹാറാണിയാക്കാൻ. കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോടോ തനിക്ക്? അന്യനുടെ വീട്ടിൽ താമസിക്കാൻ വന്നതും പോരാഞ്ഞ് ഒരു തരി മര്യാദ പോലും ഇല്ല തനിക്ക്. അങ്ങേരെങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ തന്റെ ജീവിതം ഒരിക്കലും നന്നാവില്ല. തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ വിരട്ടി ഓടിക്കും. അല്ല, താൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ചിരിച്ചു കാണിക്കുമ്പോ അഴിഞ്ഞാടുന്ന പെണ്ണാണെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് ഞാൻ ദിവസേന ഇവിടെ കാണുന്നുണ്ടല്ലോ. തന്റെ ഈ നമ്പറൊക്കെ ഉണ്ടല്ലോ, എന്റെ അടുത്ത് എടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ ഭർത്താവ് പുറത്ത് ഓരോരോ കണക്ഷൻ കൊണ്ട് നടക്കുക. അയാളെ കളഞ്ഞിട്ട് എന്നെ സ്നേഹിക്കേ. നീ പറയുന്ന നുണയും കണക്ഷന്റെ കാര്യമൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. എന്റെ അടുത്ത് കൊഞ്ചാൻ നിൽക്കണ്ട, അടിച്ച് ചമ്മന്തിയാക്കും ഞാൻ. ഇതേ അടുക്കളയാണെന്നുള്ള കാര്യം മറക്കണ്ട. പെരുമാറാനായിട്ട് പല ആയുധങ്ങളും കാണും. ഇവളെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. എന്തെല്ലാം അടവ് പ്രയോഗിച്ചിട്ട് ഒന്നും അങ്ങോട്ട് ഏക്കണില്ല. എങ്ങനെയാ ഇവളെ പാട്ടിലാക്കുക? ഏയ്, എന്താ അവിടെ തന്നെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നേ? ശരിക്കൊന്ന് കാണാൻ വേണ്ടിയാ. യു ഡേർട്ടി. എന്താ പെട്ടെന്ന് ഡള്ളായത്? എന്തു ചെയ്യാനാ, നിന്നെ പോലെ സുന്ദരിയായ ഒരു പെണ്ണ് അടുത്ത് നിൽക്കുമ്പോ എനിക്ക് വേറൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. അയ്യോ, ഞാൻ എങ്ങനെ ഇനി ജോലി മുഴുവിപ്പിക്കും? അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ ഇൻക്ലൂഡ് ചെയ്തോളൂ. എന്റെ എല്ലാ കാര്യത്തിലും. ഏയ് സില്ലി. ഇത് എന്റെ സെയിം ഡയലോഗ് അടയ്യ. ഏയ്, ഓ, എന്റെ ഒരു ഭാഗ്യം ഇതെല്ലാം കാണാൻ കഴിഞ്ഞത്. ഈ സൗന്ദര്യത്തെ ഒന്ന് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ. ഔ, എന്തിനാ കണ്ണു തിരുമുന്നേ? കണ്ണ് ഭയങ്കര കടി. ഏയ്, അയ്യോ, കണ്ണു സുക്കേടാ, കണ്ണു സുക്കേട്, ഭയങ്കര വേദന. അതാണോ കാര്യം? അതായില്ലെങ്കിലേ അതിശയം. ഓ, അവളൊരു വിവരം തിരക്കാൻ വന്നേക്കണേ. അയ്യോ, എന്റെ കണ്ണ്. ഹലോ. ഹലോ ഡ്രീം ഗേൾ, ഹൗ ആർ യു? അപ്പാ, ഞാൻ അത്ര വലിയ ഭാഗ്യവതിയാണോ? നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമല്ലേ? എന്താ എന്താ പറഞ്ഞത്? ഒന്നുമില്ല, ഒരു തമാശ പറഞ്ഞതാ. ഇന്ന് നമുക്ക് എങ്ങോട്ട് പോവാന്ന് പറ. ഞാൻ പറയുന്നില്ല, നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ നീ തന്നെ പറ. ഡിസ്കോ ക്ലബ്ബിൽ പോയാലോ? ഗുഡ് ഐഡിയ. അതെ, ഞാൻ കാറുമായിട്ട് അവിടെ വരാം. നിങ്ങൾ സ്റ്റുഡിയോയിൽ റെഡി ആയിട്ടിരിക്കെ. ഓക്കെ? നീ വരുമെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ സ്റ്റുഡിയോയിൽ തന്നെ കഴിച്ചുകൂടിയാനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഹാപ്പിയായി ജോളി ആയിട്ടിരിക്കല്ലേ? അത് നടക്കാൻ പോകുന്ന കാര്യല്ലേ? നീ വേഗം അങ്ങോട്ട് വാ. ഓക്കെ, ബൈ. ബൈ. ഏയ് സ്വീറ്റി, നിനക്ക് ഇഷ്ടായോ? എന്താ നല്ല ഫോമിലാണല്ലോ. ഇത്രയും നേരം ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. സോറി. ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മടിയിലിരിക്കുമ്പോ എണീറ്റ് പോവാനേ തോന്നുന്നില്ല. എന്റെ ഭർത്താവിനെ തന്നെ ഞാൻ മറന്നു പോകുന്നു. നമുക്ക് ഇവിടുന്ന് എവിടേക്കെങ്കിലും പോയാലോ? അവിടെ നമ്മളെ ശല്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. നമുക്ക് രണ്ടുപേർക്കും ഫ്രീ ബേർഡ്സിനെ പോലെ ഹാപ്പി ആയി കഴിയാം. ഇതെന്റെ സ്ഥിരം ഡയലോഗാ. പിന്നെന്തിനാ ലേറ്റ് ആവുന്നത്? വരുന്ന വെള്ളിയാഴ്ച നമുക്ക് ഇവിടുന്ന് പുറപ്പെടാം. ഡാർജിലിംഗിലേക്ക് പോയാലോ? എനിക്ക് ഓക്കെ. Then tomorrow we are going to Darjeeling. Done? Done. Okay. പ്രിയേ, ഇതെന്താ തുണികളൊക്കെ എടുത്ത് ബാഗിൽ വെക്കുന്നത്? എന്താ കാര്യം? ഡൽഹിക്ക്. ഡൽഹിക്കാ? എന്താ കാര്യം? ഫ്രണ്ടിന്റെ കല്യാണത്തിനാ. ഫ്രണ്ടിന്റെ കല്യാണമോ? പത്രികയൊന്നും കിട്ടിയില്ലല്ലോ. ഈ കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നത്? എപ്പോഴും നിന്നോട് പറഞ്ഞോണ്ടിരിക്കണോ?
ഒരു ആർട്ട് ഫിലിമിന്റെ ഷൂട്ടിങ്ങിന് പോവാ. ഇന്ന് തന്നെ പോണോ? നാളെയാ മാരേജ്, അതുകൊണ്ടാ. നാളെ അമാവാസിയല്ലേ? അമാവാസിയുടെ ഒന്നും കല്യാണമൊക്കെ വെക്കുവോ? ഇന്നത്തെ കാലത്തിന്റെ പോക്കേ. ഇതെന്താ CBI പോലെ ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുന്നേ? ഹലോ. നവീൻ, അവിചാരിതമായ ഒരു ഓട്ടോ സ്റ്റേഷൻ പരിപാടി. ഓഹോ, ഇവളിവിടെ തനിച്ചാ, ഒരു നോട്ടം വേണം. നീ അതിനോട് പ്രത്യേകിച്ച് പറയണോ? തുളസിക്ക് എന്താ വേണ്ടത് ഞാൻ നോക്കിക്കോളാം. അവൾ ഹാപ്പി ആയിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ ഇല്ലെങ്കിലും എല്ലാ കാര്യത്തിനും ഞാനുണ്ട്. അങ്ങനെയല്ലേ തുളസി? താങ്ക് യുടാ. ഓക്കെ, ഹാപ്പി ജേർണി. ഓക്കെ, ബൈ ബൈ. ടേക്ക് കെയർ. നെഞ്ചിരി അനുപമ അനുപമ സ്നേഹോത്സവമാണി പ്രണയ കൺകളി താരക താമര ഇതൾ വിരിയുകയാണി. നെഞ്ചിരി അനുപമ അനുപമ സ്നേഹോത്സവമാണി പ്രണയ കൺകളി താരക താമര ഇതൾ വിരിയുകയാണി. കൈതൊടാൻ വാ കവിതയൊഴുകും, കൈതൊടാൻ വാ കവിതയൊഴുകും, കൊണ്ടുപോകൂ നിൻ വഴിയിൽ. തരരം 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 തരരം. അവധി നാളിൽ ഒഴുകി വരുമോ, അവധി നാളിൽ ഒഴുകി വരുമോ പാൽക്കിനാവിൻ കളമൊഴിയേ. ലാ, 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 ലാ. നെഞ്ചിരി അനുപമ അനുപമ സ്നേഹോത്സവമാണി പ്രണയ കൺകളി താരക താമര ഇതൾ വിരിയുകയാണി. പൂങ്കുരുന്നി പോരുമോ നീ, പൂങ്കുരുന്നി പോരുമോ നീ ഹൃദയമോഹം അറിയണമേ. തരരം 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 തരരം. ആശയെങ്കിൽ അനുഭവങ്ങൾ, ആശയെങ്കിൽ അനുഭവങ്ങൾ അതിജയിക്കാൻ പോയി വരുമോ. ലാ, 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 ആ കിഴങ്ങനിത് ആസ്വദിക്കാനുള്ള ഭാഗ്യമില്ല. വീട്ടിൽ തനി പൊന്നിരിക്കുമ്പോ വേറെ പോണോ? വേസ്റ്റ് ഫെലോ. എന്താ ഇവിടെ ഈ സമയത്ത്? അല്ല തുളസി, നിനക്ക് ആവശ്യം വല്ലതും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. പാതിരാത്രിക്ക് എനിക്കെന്താ ആവശ്യം വരാനാ? അത് പിന്നെ രാത്രിയിലാണ് ആവശ്യം വരാന്ന് അറിയില്ലേ? സ്ത്രീകൾക്ക് ഓരോ സമയത്താ ഓരോ ആവശ്യം വരിക.
ഈ സമയത്ത് നിനക്കെന്താ ആവശ്യമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഞാൻ പറയണോ അതോ നീ പറയണോ? നീ തന്നെ പറ തുളസി. എന്റെ റൂമിൽ വന്നിട്ട് പിച്ചുമേ പറയരുത്. മര്യാദയ്ക്ക് കൊടുത്ത് പോ. നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? ഞാൻ നിന്നെ സഹായിക്കാനല്ലേ വന്നേ. നിനക്ക് എന്നോട് തുറന്നു പറയാൻ കുറച്ച് നാണമൊക്കെ കാണും. കാരണം നിന്നെ തുളസീന്നല്ലേ വിളിക്കുന്നത്. മര്യാദയ്ക്ക് ഇറങ്ങി പോവാനാ പറഞ്ഞത്. കൂൾ കൂൾ. ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഓടി വരാം. ആ തുളസി, ബൈ ബൈ. ആ രാവിലെ എന്താണ് കഴിക്കാനുണ്ടാക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയോ എന്താണ് തിന്നാനെന്ന്? എന്തായാലും തിന്നാൻ തരുമല്ലോ. എനിക്കൊരു സെൻസേഷണൽ ന്യൂസ് കിട്ടിയിട്ടുണ്ട്, അറിയാവോ? ഓക്കെ, മനസ്സിലായി. ഇത് ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. നിന്റെ ഭർത്താവ് എവിടെയാ പോയിരിക്കുന്നു അറിയാവോ? എനിക്കറിയാം എവിടെയാണെന്ന്. ആർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിക്ക് പോയിരിക്കുക. ഹലോ, ആർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ പോയത് ഡൽഹിയിലല്ല. നൈറ്റ് ഷൂട്ടിങ്ങിന് വേണ്ടി ലവറുമായി ഹണിമൂണിന് പോയിരിക്കുക. ഞാൻ വിശ്വസിക്കില്ല. നീ വായ തുറന്നാൽ നുണയെ പറയുള്ളൂന്നറിയാം. എന്നെ വശീകരിക്കാൻ വേണ്ടി ഓരോ കള്ളക്കഥകളും പറഞ്ഞ് അടുത്ത് കൂടുകയാണ് നീ. ഓ, നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കാനാ? ഞാൻ പറയുന്നത് നേരാണ് തുളസി. ഓക്കെ ഓക്കെ, നീ വിശ്വസിക്കണ്ട. നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ ആദ്യം കണ്ട് ബോധ്യപ്പെടുക, അത് കഴിഞ്ഞ് വിശ്വസിച്ചാൽ മതി. ഓക്കെ തുളസി, നിനക്കിത് ബോധ്യപ്പെടാൻ വേറെ ഐഡിയ ഉണ്ട്. അതിനായി കോളർ ഐ ഡി. ആരേത് സ്ഥലത്ത് നിന്ന് ഫോൺ വിളിച്ചാലും ഈ കോളർ ഐ ഡിയിൽ നമ്പർ തെളിയും. ഇതിൽ വരുന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ അത് ഏത് സ്ഥലത്തു നിന്നാണ് എവിടെ നിന്നാണ് വിളിച്ചെന്നുള്ളത് നിനക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്ന് നിനക്ക് ബോധ്യമാവും. ആ ദേ കണ്ടോ, ഡാർജിലിംഗ്. വേഗം സംസാരിക്ക്. ഹലോ ഹലോ തുളസി, ഞാനാ. അതെ, നിങ്ങൾക്ക് സുഖാണോ? സുഖം തന്നെ. സുഖാണെന്നോ? ഓ, എന്റെ ജോലി കൊടുത്ത ക്ലൈമറ്റ് നന്നായിരിക്കുന്ന പറഞ്ഞേ. ആ, ഏത് നാട്ടിലാ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഡൽഹിക്കാ പോണേന്ന്? ഓ, നിങ്ങൾ പറഞ്ഞിരുന്നു. നവീൻ അവിടെയുണ്ടോ? ആ ആ, അവനെന്റെ അടുത്ത് തന്നെ നിൽക്കുക. ഒന്നവന് കൊടുത്തേ. അവനെ എക്സസൈസ് ചെയ്യാ. ആ, എനിക്ക് ജോലിക്ക് സമയമായി. ഞാൻ ഫോൺ കട്ടേട്ടെ. ആ ശരി ശരി. ആ തുളസി, ആരോഗ്യം ശ്രദ്ധിക്കണേ. ആ ശരി. അതെ, അങ്ങേരവിടെ എന്ത് ചെയ്യാ? അങ്ങേരിവിടെ ജോലിയില്ല. നീ പറഞ്ഞ ശരിക്കും കേട്ടില്ലേ? ഓഹോ, എനിക്ക് നിന്നോട് സിമ്പതിയാ. സെന്റിമെന്റാ. അങ്ങേരവിടെ ഇപ്പൊ ഷൂട്ടിങ്ങിലാ. താങ്ക്സ്. അല്ല അതിരിക്കട്ടെ, ആ ഫോൺ വന്ന സ്ഥലം എവിടെന്നാന്ന് നോക്കി. ആ കോള് പോയിട്ടുണ്ട്, ചോദിക്ക്. ഹലോ, ഇത് ഏത് സ്ഥലമാ? ക്യാന്നോ? ആ അതെ, ഇത് ഏത് സ്ഥലമാന്ന് ഹിന്ദിയിൽ ചോദിക്ക്. ഏ കോൺസാ ഗാവ് ഹേ? ഡാർജിലിംഗാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് നിനക്കെങ്ങനെ മനസ്സിലായി? ദാറ്റ് ഈസ് നവീൻ. ദയവ് ചെയ്ത് പറ, കൂടെയുള്ള പെണ്ണാരാ? പറഞ്ഞാൽ എനിക്കെന്താ തരിക? എന്ത് വേണമെങ്കിലും തരാം. എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ടായില്ല. അതെന്താണെന്ന് എന്നോട് തെളിച്ച് പറ. ഒരു പാക്കറ്റ് ചോക്ലേറ്റ്. കോമഡി വേണ്ട, എന്താണെന്ന് പറ. ഞാൻ പറയട്ടെ? ആ പറഞ്ഞോ. എന്താ തരിക? അത് അന്നേരല്ലേ. വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ ആരാന്ന് വെച്ചാ പറ. ഓക്കെ ഓക്കെ, നമ്മുടെ എതിർ വീട്ടിൽ താമസിക്കുന്ന വക്കീലിന്റെ ഭാര്യ. എന്തു പറ്റി തുളസി? തൊടണ്ട, മാറി നിൽക്ക്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ പറഞ്ഞ വാക്ക്. ഓഫീസിൽ പോയിട്ട് ഞാൻ വേഗം വരാം. ഒരുങ്ങി സുന്ദരിയായി നിൽക്കണം. ഓക്കെ, ബൈ.
ഞാൻ വരുന്നത് കണ്ടില്ലേ? ഐ എം സോറി. ഞാൻ മിസ്സിസ് ശ്രീധർ, നിങ്ങളുടെ തൊട്ടയൽപക്കത്ത് താമസിക്കുന്ന ആളുടെ ഭാര്യ. എനിക്ക് സംഭവിച്ച വലിയ നഷ്ടങ്ങളുടെ കാര്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. എനിക്ക് ന്യായം കിട്ടണം. അല്ല, നിങ്ങളോ? ഇതുവരെ മനസ്സിലായില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ വളരെ മോശപ്പെട്ട ആളാണെന്നൊന്നും കരുതരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നുവരെയും ഞാൻ ഒരാളെയും മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ബിലീവ് മീ. അങ്ങനെയാണെങ്കിലേ ഞാൻ മാത്രമല്ല വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത്, നിങ്ങളും കൂടി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യ എന്റെ ഭർത്താവിനെ കൊണ്ട് ഒളിച്ചോടി പോയിരിക്കുക. എന്ത്? അതെ. അല്ലല്ല, പ്രിയങ്ക അവളുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിനായിട്ട് ബാംഗ്ലൂർ പോയിരിക്കുക. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ മണ്ടനാക്കിക്കൊണ്ട് എന്റെ ഭർത്താവിനെയും കൂട്ടി ഒളിച്ചോടി പോയിരിക്കുക. ഇപ്പൊ അവർ ഡാർജിലിംഗിൽ ഹണിമൂൺ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിശ്വസിക്കില്ല. ആദ്യം ഞാനും വിശ്വസിച്ചില്ല. പിന്നെയാണ് എനിക്ക് സത്യം മനസ്സിലായത്. സ്വന്തം ഭാര്യയെ നിയന്ത്രിക്കാൻ അറിയാത്ത മണ്ടനാ താൻ. നിങ്ങൾ ഒറ്റയൊരുത്തം കാരണം എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിലക്ക് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെടില്ലായിരുന്നു. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ കാരണമാണോ നിങ്ങളുടെ ഭർത്താവ് പോയത്? അതൊന്നും എനിക്ക് അറിയണ്ട. പറ, ഇപ്പൊ തന്നെ നമുക്ക് രണ്ടുപേർക്കും പോയി അവരെ അന്വേഷിക്കണം. എന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോയവളല്ലേ? എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ ഭർത്താവിനെ അന്വേഷിക്കും. എനിക്ക് വേറെ പണിയുണ്ട്. അവിടെ നിൽക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ വേണ്ടെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവിനെ ആവശ്യമുണ്ട്. ഇപ്പൊ തന്നെ വളരെ വൈകി. നടക്ക്. നോക്ക്, എനിക്ക് കോർട്ടിൽ ഒരുപാട് കേസുകളുണ്ട്. നിങ്ങൾ തനിച്ചു പൊക്കോളൂ, ഞാൻ വരുന്നില്ല. മര്യാദയ്ക്ക് വിളിച്ച വരില്ല. നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. എന്റെ ഒരു വിധി. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞാനൊരു വക്കീലാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ എന്താ തമാശ കാണിക്കണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കയ്യൊന്ന് വിടാൻ. നിങ്ങൾ ബലം കഴിച്ചു വിടൂ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല. നിങ്ങളുടെ ഭർത്താവ് തെറ്റിയത് എന്നെയാണോ വിശ്വസിക്കുന്നത്? വിടാനല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ബലം കഴിച്ചു വിടൂ. നിങ്ങൾ എവിടെയാ എന്നെ കൊണ്ടുപോകുന്നത്? പ്ലീസ്, നിങ്ങൾ എന്താ? ഞാനൊരു ലോയറാണ്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അവിടെ ഒരു ബാഗ് ഇരിക്കുന്നുണ്ടോ? ബാഗിനകത്ത് എന്തെങ്കിലും നമുക്ക് നോക്കാം. ശരി, അനുരാഗ വിലോചിതനായി അതിലേറെ മോഹിതനായി ലാലലാലലാല. ഞാൻ എന്തായി കാണുന്നത്? മാറണ, ഇതെല്ലാം നശിക്കില്ല. ഇടാ മാറാൻ. എന്താണ് ഇത്? എന്റെ പൗഡർ, എന്റെ ഷർട്ട്, എന്റെ പെർഫ്യൂം എല്ലാം നശിപ്പിച്ച് ഈ പിള്ളേരെല്ലാം തകർത്തല്ല. അയ്യോ. എന്താണ് നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത്? ഞാൻ എന്റെ ഭർത്താവിനെ അന്വേഷിച്ചു പോകുക. എപ്പോ തിരിച്ചു വരുമെന്നുള്ളത് എനിക്കേ അറിയില്ല. അതുകൊണ്ട് ഞാൻ വീടൊഴിയുന്നു. നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. നീ അതെടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പൊക്കോ. ആൾ ദി ബെസ്റ്റ് എന്ന് തുളസി. അയ്യോ, ഇനി ഞാൻ എന്തു ചെയ്യും? ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണു. ഛേ. എന്താ ഇത്ര വേഗം എണീറ്റ് പോകുന്നത്? എക്സസൈസ് ചെയ്യാനാ. നമ്മൾ ഇവിടെ ചെയ്ത എക്സസൈസ് പോരാഞ്ഞിട്ടാ? അത് വേറെ. ഞാനും ബ്രഷ് ചെയ്തിട്ട് വരാന്നേ. യെസ്, കം ഇൻ. ഇതെന്താണിത്? ഇതെന്താ ഇങ്ങനെ തന്നെ വരുന്നത്? എനിക്ക് പേടിയാവുന്നു. ഗുഡ് മോർണിംഗ് മാഡം ആൻഡ് സാർ. തന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. പിന്നെന്താ ഇവിടെ വന്ന് വാചകടിക്കുന്നേ? എനിക്കിവിടെ ജോലി ഉണ്ടായിട്ടല്ലേ ഞാൻ വന്നത്. അല്ല, മനസ്സിലായില്ലല്ലോ. ഐ ആം വീരയ്യ. നോൺസെൻസ്. ബ്രേക്ക്ഫാസ്റ്റ് മാഡം ആൻഡ് സാർ. ഇവിടെ ആരും ഇത് ആവശ്യപ്പെട്ടില്ലല്ലോ. കറക്റ്റ്. അവിടെ വെച്ചിട്ട് പോയിക്കോ. ഓക്കെ മാഡം. ഡോണ്ട് വേസ്റ്റ് അവർ ടൈം. വേഗം സ്ഥലം വിട്.
I know. I can understand your problem. Huh? I am MA English. If you want anything, you can call me by Bell. ഒന്ന് പോടക്കുള്ള. Veer, not Kullan. Call me Veeraya. ഇങ്ങനെ പറഞ്ഞിരുന്നാ മതിയോ? വേഗം റെഡിയാവ്. 24 hours 365 days restless job. അതല്ല ഞാൻ പറഞ്ഞത്. ആ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? അതാണോ? അതുവരെ കാക്കാൻ എനിക്ക് പക്ഷേ ക്ഷമയില്ലല്ലോ മോനെ. ഒരു മോഹമുണ്ടടി. അതേ, ആ എന്താ കാര്യം? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. അതിന് ഞാനെന്ത് ചെയ്യാനാ? ഇപ്പോഴെങ്ങോട്ടാ പോകുന്നത്? ഇവിടെ വെള്ളം കിട്ടില്ല. വെള്ളം അന്വേഷിച്ചോ? ഈ സ്ഥലത്ത് എങ്ങനെ വെള്ളം കിട്ടാനാ? പുറപ്പെട്ടിട്ട് 1 മണിക്കൂർ പോലും ആയില്ല. അതിനു മുൻപ് ദാഹം തുടങ്ങിയോ? ഞാൻ ആകെ ദാഹിച്ച് വലഞ്ഞിരിക്കുക. ഞാൻ വെള്ളം അല്ലാണ്ട് വേറൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. അയ്യോ, ഇത് വല്ലാത്ത പ്രയാസമാണല്ലോ. ആ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. നോക്കിയേ, തൊണ്ട വരെ വറ്റി വരണ്ടു. ഛേ, നിങ്ങൾ എന്താ ഈ കാണിക്കണേ? ആ, വെള്ളം ദാഹിക്കുന്നു. സോറി. സോറിയോ? അതിന് ഞാൻ അമൃതൊന്നുമല്ലല്ലോ ചോദിച്ചത്. വായടച്ചൊന്നും മിണ്ടാതിരിക്കണ്ടോ? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. പിന്നെ എങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കഷ്ടപ്പാടൊന്നുമില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമെന്നൊന്ന് നോക്ക്. മുത്തശ്ശി, കുറച്ച് വെള്ളം തരുമോ? ദൈവമേ, അപ്പൊ എനിക്കോ? എന്തോന്ന്? വെള്ളം. ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയല്ല. നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. ഈ വിലങ്ങൊന്ന് അഴിച്ചു വിട്ടിരുന്നെങ്കിൽ ഞാൻ പോയി കുടിച്ചേനെ. എനിക്ക് അത്രയും സ്നേഹമൊന്നുമില്ല. നിങ്ങളെ അഴിച്ചു വിട്ടാലേ നിങ്ങൾ ഓടിക്കളയും. ഓ ദൈവമേ, ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. എന്ത് ചെയ്യാനാ? പ്ലീസ്. ഇങ്ങനെ ഒരു കിഴങ്ങൻ തന്നെ ഞാൻ ശരിയാക്കി തരാടോ. ആ, വെള്ളത്തിന്റെ കാര്യമാണോ പറഞ്ഞേ? അല്ലല്ല, ഞാൻ വേറെ കാര്യം പറഞ്ഞതാ. എനിക്കൊരു സംശയം. ഇവളോട് ഇനി മിണ്ടാതിരിക്കുകയാണ് നല്ലത്. ഞാനൊന്നും കണ്ടില്ലല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം ആൻഡ് സാർ. യാ, ഗുഡ് ആഫ്റ്റർനൂൺ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ മാഡം ആൻഡ് സാർ. ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് കഴിക്കാൻ നേരം കിട്ടിയില്ല. ഓക്കെ, ലഞ്ച് റെഡി മാഡം ആൻഡ് സാർ. നീ എപ്പോഴും എന്തിനാ ഇങ്ങനെ മാഡം ആൻഡ് സാർ എന്ന് പറയുന്നേ? ഞാൻ എല്ലാരും ഒരുപോലെയാ കാണുന്നത്, അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം മാഡം പിന്നെ സാർ എന്ന് പറയുന്നത് എന്താ? ഐ ലൈക്ക് ലേഡീസ് സാർ. ശരി, ഇവിടെ വെച്ചിട്ട് പോക്കോളൂ. എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. നിങ്ങൾ ഇത്രയും പൊക്കം കുറവുള്ളതല്ലേ, പിന്നെ എങ്ങനെ ഡോറിന്റെ കോളിംഗ് ബെൽ അടിച്ചത്? അത് ഞാൻ പറയില്ല മാഡം, അത് ട്രേഡ് സീക്രറ്റാ. ഏയ് വീർ, ഞാൻ ചോദിച്ചതിന് എന്താ മറുപടി പറയാത്തത്? പേടിക്കണ്ട മാഡം, എനിക്കൊന്നും കാണാൻ കഴിയില്ല. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി. ഹാവൂ, അപ്പൊ ഇവനൊന്നും കണ്ടിട്ടില്ല.
ചിരിമലച്ചൊരിയും കാറ്റേ നിൻ മനസ്സുഖമായി തഴുകാൻ വാ. ചിരിമലച്ചൊരിയും കാറ്റേ നിൻ മനസ്സുഖമായി തഴുകാൻ വാ. രതിഭാവമോ മലർഹാരമോ അതിൽ നീന്തി വരുമോ സുമുഖി. ഹൃദയമനോഹര തീരം ഭാവാത്മവികാര വിഹാരം. എന്നാത്മസ്വപ്നമുണർന്നു നീ പ്രാണനായി മതിലോലേ. എന്നാത്മസ്വപ്നമുണർന്നു നീ പ്രാണനായി മതിലോലേ. പുതുലോകയിൽ മദനോത്സവം ഇരുമേലും നവമാലയം. ചിരിമലർച്ചൊരിയും കാറ്റേ നിൻ മനസ്സുഖമായി തഴുകാൻ വാ. ചിരിമലർച്ചൊരിയും കാറ്റേ നിൻ മനസ്സുഖമായി തഴുകാൻ വാ. മൈത്രിയാടും പോലെ കളിയാടിടാം നിൻ മനസ്സിൽ. മൈത്രിയാടും പോലെ കളിയാടിടാം നിൻ മനസ്സിൽ. തിരയുന്നു ഞാൻ കൺമുന്നിലെ പ്രതിബിംബമേ അകന്നാലും. മാഡം, ഏയ് എന്ത് വിരൽ കാണിക്കണേ? ഇതുകൂടി മനസ്സിലായില്ലേ നിനക്ക്? ബാത്റൂമിൽ പോണം. അതിന് നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ലല്ലോ. വീട്ടിലുള്ളപ്പോ കുടിച്ചതാ. അപ്പൊ കുടിച്ചതിനാണോ? എനിക്ക് അത്യാവശ്യമാ. അയ്യോ, ഇയാളുടെ ഒക്കെ പറയുന്ന നേരം കൊണ്ട് വായടച്ച് മുണ്ടാതിരിക്കാൻ നല്ലത്. ഓ, വളരെ അർജന്റാ. കാറൊന്നും നിർത്ത്. ഓ, ഓ, എന്താ കേക്കാത്തത്? സോറി. ഇതിനൊരു സോറിയോ? എനിക്കറിയില്ല. ഇതിനൊന്നും സോറി പറ്റില്ല. ഇതിന് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ, എന്നെ പിന്നെ കുറ്റം പറയരുത്. ഏത് ജന്മത്തിൽ ചെയ്ത പാപമാണോ ഈ ജന്മത്തിൽ ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത്? ദയവ് ചെയ്ത് കാറൊന്ന് നിർത്തിയാൽ ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. കഴിഞ്ഞു. സമയം കഴിഞ്ഞു പോയി. പറഞ്ഞ സമയത്ത് കാര്യം സാധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അയ്യോ, ഇയാളെ അഴിച്ചു വിട്ടില്ലെങ്കിൽ എന്റെ കാർ മുഴുവൻ നാശായത് തന്നെ. ഒന്ന് ക്ഷമിക്കേ, ഞാൻ പെട്ടെന്ന് തന്നെ അരികത്ത് നിർത്തിത്തരാം. വേഗം വേഗം, വേഗം അഴിക്ക്, അഴിക്ക്. ഏയ്, നാണക്കേട്. കഴിഞ്ഞില്ലേ? കുറെ നേരായല്ലോ.
എന്തായി കാണിച്ചേ? അയ്യേ മുഴുവനും തീർന്ന മുമ്പ് എന്തിനാ വലിച്ചേ? തേടിയ വള്ളി കാലി ചുറ്റിന്ന് പറയാറില്ലേ, അത് ഇതാടാ. കക്കാൻ ഏതിരയെ കിട്ടുന്നു നോക്കി നടക്കുമായിരുന്നു. ഏതായാലും നന്നായി. നിങ്ങളിവിടെ നിന്നോ, ഞാൻ പോയി നോക്കിട്ട് വരാം. ശരിയണ്ണ. എടാ ഇവിളേതോ CID ആണെന്നാ തോന്നണേ. കെട്ടിയവനെ തന്നെ വിലങ്ങ് വെച്ചാ കൊണ്ടുവന്നിരിക്കണേ. നമ്മൾ കുടുങ്ങിയ കുഴപ്പമാ. ഓടിക്കോ. വിട്ടടാ. വേഗം escape അടിച്ചോ. ഹലോ ബ്രദർ, ഓടിപ്പോവല്ലേ? ഞാൻ ആരാന്ന് മനസ്സിലായോ? വക്കീല. ഇവര് CID ഓഫീസറൊന്നും അല്ല, ഇവളൊരു വീട്ടമ്മയാ. കാര്യം എന്താണെന്ന് അറിയോ? ഇവളുടെ ഭർത്താവിനെ അന്വേഷിക്കാൻ എന്നെ കൂടെ കൊണ്ടുവന്നിരിക്കുക. ഇവളെന്റെ ഭാര്യയൊന്നുമല്ല. ഇവൾ എന്തുമാത്രം എന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് അറിയാവോ? കണ്ടില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യമില്ലേ? അല്ല, നിന്റെ ഭർത്താവിൽ നിന്ന് നിന്നെ തട്ടിക്കൊണ്ടു വന്നാണോ? അതേടാ, ചിലപ്പോ ഒളിച്ചോടി പോകുന്നതായിരിക്കും. അയ്യോ, ഇതുപോലത്തെ ബുദ്ധിയില്ലാത്തൊരു കഴുത. നിങ്ങൾ പേര് കേട്ടൊരു വക്കീലല്ലേ? നിങ്ങൾ കാണിച്ച മണ്ടത്തരത്തിന് ഇപ്പൊ ശരിക്കും കുടുങ്ങിയത് ഞാനാ. ഏയ് വിലങ്ങിന്റെ കീതാ. അതല്ല. ഏയ് വീട്ടിൽ പോകരുത്. വേഗം കയ്യിലുള്ള പണവും സാധനങ്ങളൊക്കെ എടുക്ക്. തന്നോട് പ്രത്യേകം പറയണോ? എടി, ആദ്യം അയാളെ റിലീസ് ചെയ്യടി. അറ്റ്ലീസ്റ്റ് അയാൾ ഒരു ആണാണെന്നെങ്കിലും നീ ഓർക്കണ്ടേ? എടി ആ കീ കിടന്നാടി കൊല്ലും ഞാൻ. സമാധാനമായി. താങ്ക്സ് ബ്രദർ, താങ്ക് യു വെരി മച്ച്. അയ്യോ, ഓടിപ്പോയല്ലോ. ഹലോ, ആരെയാ? നിന്നെ തന്നെ. എന്നെയാണോ? എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള പണം എടുക്ക്, പിന്നെ നിന്റെ ആഭരണങ്ങളും. എക്സ്ക്യൂസ് മീ, ഇത് ശരിക്കുള്ള തോക്കാ? എനിക്കൊന്ന് നോക്കാൻ തരുമോ? അയ്യോ അയ്യോ, ദൈവമേ, ഇയാളെ കൂട്ടി ഞാൻ തോറ്റു. എന്റെ ഓരോരോ ഗതികേട്. ഇയാളെ കാരണം രാക്ഷസന്മാരുടെ കയ്യിലുമായി. വാച്ച് കടിക്കാതെ സ്വർണ്ണൊക്കെ ഇങ്ങെടുത്താ. ഞങ്ങളുടെ ആദ്യത്തെ മോഷണം ഇത്. ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ ഹാപ്പി ആയിട്ട് മോഷണം ചെയ്യാനുള്ള അവസരം തന്നു. ഇത്രയും നിങ്ങൾ സഹകരിച്ചതിന് നന്ദി. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങളും മനുഷ്യരല്ലേ. ഹലോ, പേഴ്സ് കൊടുക്കൂ. നിങ്ങളുടെ പേഴ്സ്. എന്റെ പേഴ്സോ? കാണുന്നില്ലല്ലോ. കാറിന്റെ കീ. കാറോ? ഏയ് കൊടു. ഇതിന്റെ അകത്തുണ്ട്. അതിനകത്ത് തന്നെ ഉള്ളത്. അല്ല, ഇയാളെന്തോ ഒളിക്കുന്നുണ്ടല്ലോ. അയാളുടെ കയ്യിൽ വേറെ എന്തോ ഉണ്ട്. സാർ ഒന്ന് ഓപ്പൺ ചെയ്തേ. ഒരു തവണ ഞാനൊന്ന് നോക്കട്ടെ. ഇത് മാത്രം നിങ്ങൾ ചോദിക്കരുത്. ഇതെന്റെ പ്രാണന് തുല്യമാ. നീ നുണ പറയുന്നതല്ലേ? നോ. ഇതെന്റെ അപ്പൂപ്പൻ അച്ഛന് നൽകിയതാ. അച്ഛൻ എനിക്കും. മരണം വരെ ഇതെന്റെ കയ്യിൽ തന്നെ ഉണ്ടാകണം. ഇതെന്റെ അപ്പൂപ്പന്റെ സ്വത്താ. എല്ലാം നിങ്ങൾക്ക് തന്നില്ലേ? ഇത് മാത്രം ചോദിക്കരുത് പ്ലീസ്. വിട്ടേക്കടാ. നമ്മൾ ഓടിപ്പോവാൻ നേരത്തെ സത്യം പറഞ്ഞ് തിരിച്ചു വിളിച്ചില്ലേ? അത്രയും വലിയ മഹാനാ. പോവാ. താങ്ക് യു ബ്രദർ, താങ്ക് യു. ഇങ്ങോട്ട് നീങ്ങി നിക്കേ. ഓക്കെ, നൈസ് ബ്രദേഴ്സ്. ഓക്കെ. ബൈ ബൈ. ഓക്കെ ബ്രദേഴ്സ്. ബൈ ബൈ. നമ്മുടെ എല്ലാം പോയി. എന്നിട്ട് പൈ കാണിക്കണ കണ്ടില്ലേ? ബൈ ബ്രദേഴ്സ്. ഓക്കെ ബൈ. നോക്ക്, എന്റെ എല്ലാം നഷ്ടമായി. ഇതിനൊക്കെ കാരണം നിങ്ങൾ ഒരുത്തനാ. ഇപ്പൊ കയ്യിലൊന്നുമില്ലാത്ത വെറും പിച്ചക്കാരിയായി. ഞാൻ എന്ത് ചെയ്തു? നമ്മൾ കാർ നിർത്തിയപ്പോ കള്ളന്മാരടുത്തെത്തി. ശരി തന്നെ. പേടിച്ചോടിപ്പോയ കള്ളന്മാരെ തിരിച്ചു വിളിക്കേണ്ട കാര്യമുണ്ടോ? അതിന് അപ്പോ അവരായിട്ട് എന്തോ ബന്ധമുണ്ട് നിങ്ങൾക്ക് അല്ലേ? അയ്യോ, നിങ്ങൾ ആ ഗാങ്ങിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. ദിസ് ഈസ് ടു മച്ച്. ഏയ്, അവിടെ നിക്ക്. നോക്ക്, ഓടിക്കളയരുത്. ഓക്കെ. ഹായ്, ഞാൻ സ്വതന്ത്രനായി. എന്ത് സന്തോഷമുണ്ടെന്നറിയോ? എന്ത് ഉല്ലാസമായെന്നറിയാവോ? നിനക്കറിയോ, എനിക്കിതെല്ലാം വലിയ ഇഷ്ടമായി. ഇങ്ങനൊരു സമയം വീട് കിട്ടിയതിന് ഐ ആം ഹാപ്പി. ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടി ആ ടബിൽ പോയി കിടന്ന് കുളിച്ചാലോ? കൊള്ളാം, നിന്റെ ടേസ്റ്റ് അസലായിരിക്കുന്നു. പ്രിയ, വാ. ഞാനില്ല. വാന്നേ.
ഇപ്പൊ വരില്ലേ? ഓക്കെ. താങ്ക് യു. കുളിക്കുന്ന ഡബ പൊട്ടിപ്പോയി. കുറെ നടന്ന് ക്ഷീണം കാണും. ഒന്ന് കിടന്നോളൂ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ആരാവുകളോർമ്മയിൽ സുഖം പ്രണയാമൃതമായി ശ്രുതിലയം ഹൃദയവനിൽ കൊരുകി വരുമീ മോഹമോ ആമുഖം. ആരാവുകളോർമ്മയിൽ സുഖം പ്രണയാമൃതമായി ശ്രുതിലയം ഹൃദയവനിൽ കൊരുകി വരുമീ മോഹമോ ആമുഖം. നൊമ്പരങ്ങൾ നെയ്തു നിൽക്കും കനലുപോലൊരു മനം നൊമ്പരങ്ങൾ നെയ്തു നിൽക്കും കനലുപോലൊരു മനം സ്നേഹദീപം കൊണ്ടുപോകയോ ദൂരെയാ കാർമുകിൽ. ആരാവുകളോർമ്മയിൽ സുഖം പ്രണയാമൃതമായി ശ്രുതിലയം ഹൃദയവനിൽ കൊഴുകി വരുമീ മോഹമോ ആമുഖം. ചന്ദ്രികേ നീ മായുമെങ്കിൽ രാവിനിൽ ഒരു നിറം ചന്ദ്രികേ നീ മായുമെങ്കിൽ രാവിനിൽ
മുഖം പ്രണയമഴയും പെയ്തിറങ്ങി വെറുതെ ഈ വഴി ഞാനും ആരാവുകളോർമ്മയിൽ സുഖം പ്രണയാമൃതമായി ശ്രുതിലയം ഹൃദയവനിയിൽ ഒഴുകി വരുമീ മോഹമോ ആ മുഖം ആരാവുകളോർമ്മയിൽ സുഖം പ്രണയാമൃതമായി ശ്രുതിലയം ഹൃദയവനിയിൽ ഒഴുകി വരുമീ മോഹമോ ആ മുഖം സൂക്ഷിച്ച് സൂക്ഷിച്ച് പതിയെ സൂക്ഷിച്ചിരിക്കണേ. ഞാനിപ്പോ വരാം. ഒളിച്ചോടി പോകുന്നു കരുതിയോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഓക്കേ. ഇത് കണ്ടോ? താങ്ക് യു. യു ആർ വെൽക്കം. കഴിച്ചോളൂ, തൽക്കാലം വിശപ്പ് മാറും. നിങ്ങളും കഴിക്കേ. വളരെ നന്നായി കൊണ്ടുവന്നത്. ലേഡീസ് ബസ് അല്ലെങ്കിൽ ഒന്നിച്ച് കഴിക്കാം. ഓക്കെ, ഒന്നിച്ച് കഴിക്കാം. ഓക്കെ. എക്സ്ക്യൂസ് മീ. ബിൽ സാർ. ബില്ലോ? ബില്ലെന്തിനാ? ഞങ്ങൾ റൂം വെക്കറ്റ് ചെയ്തിട്ടില്ലല്ലോ. റൂം കാലി ചെയ്തതിന്റെ അല്ല, സ്പെഷ്യൽ എഫക്റ്റിന്റെ ബില്ലാണ് സാർ. സ്പെഷ്യൽ എഫക്റ്റ്? അതെ സാർ, ഇന്നലെ ബാത്റൂമിൽ നടന്ന സ്പെഷ്യൽ എഫക്റ്റിന്റെ ബാത്ത് ഡബിന്റെ സാർ. ഓ, താങ്ക് യു സാർ. ഇത് വെച്ചോ. ഓക്കെ, കം ഓൺ ഡാർലിംഗ്, മൈ എവർഗ്രീൻ ബ്യൂട്ടി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇതൊക്കെ എന്റെ ആദ്യത്തെ അനുഭവമാണ്. അത് സാരമില്ല, എന്റെ തെറ്റാ അത്. നിങ്ങൾ ബലമായി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതെന്റെ തെറ്റ് തന്നെയാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കതിൽ വിഷമൊന്നുമില്ല. അതൊന്നും സാരമില്ല, എല്ലാം ശരിയാവും. നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും. നേരം ഒരുപാടായി, എണീക്ക്. ഒട്ടും നേരം വൈകാതെ വേഗം പോണം. ഓക്കെ, ഈ വഴി പോവാം.
എക്സ്ക്യൂസ് മീ സാർ, ലഞ്ചിന് എന്താ സ്പെഷ്യൽ ആയിട്ട് വേണ്ടത്? ആ ഇന്ന് ഞങ്ങൾ വെളിയിൽ നിന്ന് കഴിച്ചോളാം. ഞങ്ങൾ പുറത്തു പോയാ കഴിക്കുന്നത്. പുറത്തു പോണത് ഇങ്ങനെ തന്നെയാണാവോ? മോനെ, അതൊന്ന് എനിക്ക് തരാവോ? ഞാനൊന്ന് വായിക്കട്ടെ. ശരി ചേച്ചി, വായിച്ചോ. എനിക്ക് എന്തെങ്കിലും കാശ് തരുമോ ചേച്ചി? കാശില്ലല്ലോ. വേറെ 2 രൂപ തന്നാലും മതി. ഇല്ല മോനെ, എന്റെ കയ്യിലുണ്ടായിരുന്നില്ല, നിനക്കിപ്പോ ഞാൻ തന്നേനെ. അല്ല ചേച്ചി, അവിടെ ഒരു അങ്കിൾ ഇരിപ്പില്ലേ? അങ്കിളുടെ കയ്യിലെങ്കിലും ഉണ്ടാവില്ലേ ശരി, 2 രൂപ? നിനക്കിപ്പോ കാശല്ലേ ആവശ്യം, അത് ഞാൻ തരാം കേട്ടോ. ശരി. അന്നാ സംഗീതം വായിച്ചത് തുളസിയായിരുന്നു. എനിക്ക് ഇത്രയും വേണ്ട, 2 രൂപ മതി. ഇതെല്ലാം നിനക്ക് തന്നെയാ, വെച്ചു. പ്രിയ, ഇങ്ങോട്ട് വാ. നീ അഭിനയിച്ച ആൽബം ടിവിയിൽ വന്നിട്ടുണ്ട്. യാ, കം 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 കം, വന്ന് കാണ്. ഓ വെരി ഹാൻസം. എക്സ്ക്യൂസ് മീ, ഈ ഫോട്ടോയിലുള്ളവർ എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ ഇല്ല സാർ. അതെ, ഒരു അത്യാവശ്യ കാര്യം അന്വേഷിക്കാൻ വന്നതാ. വാ. എക്സ്ക്യൂസ് മീ. ഓക്കേ, ടെൽ മീ. എനിക്ക് ഇവിടുന്ന് ഒരു ഇൻഫർമേഷൻ തരണം. ഈ ഫോട്ടോയിൽ കാണുന്നവർ ഇവിടെയാണോ താമസിക്കുന്നത്? യാ, ഇവരിവിടെ തന്നെയാണ് താമസിക്കുന്നത്. റൂം നമ്പർ പ്ലീസ്. 103 ആണ് റൂം നമ്പർ. 2 പേര് ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണ്. ശരി, ഞങ്ങൾ ഇവിടെ എത്ര നേരം വേണമെങ്കിലും കാത്തിരുന്നോളാം. വളരെ അർജന്റാ. ഓക്കെ, വെയിറ്റ് ചെയ്തോളൂ, അവിടെ ഇരിക്കാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.
ഇപ്പൊ സമയം 11 മണിയായി. ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പോയവര് രാവിലെയാണ് വരുന്നതെങ്കിലോ അവര് വരുന്നതുവരെ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്നാൽ മതി. ഓക്കെ, നമുക്ക് നടക്കാം. അമ്മേ, രക്ഷപ്പെട്ടു പോയി. കീ തരൂ സാർ. താങ്ക് യു സർ, നിങ്ങൾ അന്വേഷിച്ച് 2 പേര് ഇവിടെ വന്നിരുന്നു. ഇതുവരെ കാത്തിരുന്നിട്ട് ഇപ്പൊ പുറത്തേക്ക് പോയുള്ളൂ. ആ, നിങ്ങളുടെ ഫോട്ടോ കൂടി തന്നിട്ടുണ്ട് സാർ. ഓഹോ, നാളെ രാവിലെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ ഞങ്ങൾ ഡൽഹിക്ക് പോവാം. നിങ്ങളൊരു കാര്യം ചെയ്യും, അവരുടെ അഡ്രസ്സ് മേടിച്ചിട്ട് അവരോട് ഞാൻ ഡൽഹിക്ക് പോയെന്ന് പറ. ഡൽഹിയിൽ അഡ്രസ്സ് ചോദിച്ചാൽ ഞാനെന്ത് പറയണം? പ്രധാനമന്ത്രിയുടെ വീട്ടിലുണ്ടാവുമെന്ന് പറയും. ഓക്കെ സാർ, VIP ആണെന്ന് തോന്നുന്നു. അയ്യോ, എന്തു പറ്റി? സൂക്ഷിച്ച്. ഓക്കെ, അവിടെ ഇരിക്കാം. വാ, വരൂ. ഓക്കെ, റിലാക്സ്. ഓക്കെ, ഇവിടെ തന്നെ ഇരിക്കേ. ഞാനിപ്പോ വരാം. ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് എവിടേക്ക്? നമുക്ക് ആഹാരം കഴിക്കാം. ആഹാരം കഴിക്കുമ്പോൾ ഈ ക്ഷീണമൊക്കെ മാറും. ഞാൻ പറയുന്നത് നേരാ. വാ. അതിന് പണം വേണ്ടേ? ഞാനല്ലേ വിളിക്കുന്നത്. ഡോണ്ട് വറി, എനിക്ക്. ഒരു സ്പെഷ്യൽ മീൽസ്, ഫ്രൈഡ് റൈസ്, ഐസ്ക്രീം, ഇവിടെ എന്തൊക്കെയുണ്ട് അതെല്ലാം വേണം. കഴിക്കേ. ഇനി എന്തെങ്കിലും വേണോ? ഇത് മതി. ഓക്കെ. വെയിറ്റർ, ബില്ല് കൊണ്ടുവാ. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് നേരത്തെ പണം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ ഇതെവിടെ നിന്ന് കിട്ടി? അതിനാണോ പ്രയാസം? പണം ഒപ്പിച്ചു, പരിചയ സ്ഥലത്തുനിന്ന് കിട്ടി. അതെ, നിങ്ങളുടെ വാച്ച് എവിടെ? അത് വിറ്റു അല്ലേ? എന്ത്? ആ വാച്ച് നിങ്ങളുടെ പ്രാണനെ കഴിഞ്ഞ് വലുതായിരുന്നില്ലേ, അതുകൊണ്ട് വിറ്റോ? ഇതെല്ലാം ഞാൻ കാരണാണല്ലേ? എനിക്കതിനേക്കാളും നിന്റെ കാര്യമാണ് വലുതായിട്ട് തോന്നിയത്, അതുകൊണ്ട് വിറ്റു. അതിന്? നിന്റെ ജീവനേക്കാളും വലുതായിട്ട് എനിക്ക് വേറൊന്നുമില്ല. നമുക്ക് പോവാം. ഇങ്ങോട്ട് നോക്കി, ഇത് എത്ര ഭംഗിയായിരിക്കുന്നു. ഞാൻ നോക്കിയിട്ട് നിന്റെ അത്ര സൗന്ദര്യം അതിനൊന്നും. നിങ്ങൾ എന്നെ അങ്ങനെ പുകഴ്ത്തണ്ട. ഞാനോ? നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമല്ല. പിന്നെന്താ? ഏയ്. മൈ ഡിയർ, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. സൃഷ്ടിയിൽ ഏറ്റവും സൗന്ദര്യമുള്ളതും ആകർഷകമായതും സ്ത്രീ ശരീര. ആ ആനന്ദം പൂർത്തിയാവുന്നത് എന്റെ അഭിപ്രായത്തിൽ ഇഷ്ടപ്പെട്ട പുരുഷനെ കിട്ടുമ്പോഴാ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. സത്യത്തിൽ എന്റെ ജീവിതം പൂർണ്ണമാകുന്നത് നീ കൂടെ ഉണ്ടാകുമ്പോഴാണ്. അതെ പ്രിയ, ജീവിതത്തിൽ എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം പ്രേമിക്കുക എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ആ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മനസ്സ് നിറയെ പ്രേമമായിട്ടാ. നോക്കൂ, ഞാൻ ഒരാളുടെ ഭാര്യയാണെന്നുള്ളത് മറക്കുന്നില്ല. പക്ഷേ കാലം മുഴുവൻ നിങ്ങളുടേത് മാത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ലോക്ക് ചെയ്ത് താഴെ വരൂ, ഞാൻ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാം.
എക്സ്ക്യൂസ് മീ, ഇവരിവിടെ താമസിക്കുന്നുണ്ടോ? റൂം നമ്പർ 205 205 താഴേക്ക് വരണ്ട, അങ്ങോട്ട് നോക്ക്. അവരിവിടെ ഉണ്ടോ? അതെ, ഇവിടെ തന്നെ ഉണ്ടെന്ന്. വരൂ വരൂ, എസ്കേപ്പ്. വാ. വേഗം വാ, നടക്ക്. ഓടിക്കോ ഓടിക്കോ. അയ്യോ, ഓടിക്കളഞ്ഞു, ജസ്റ്റ് മിസ്സായി. ഡോണ്ട് വറി, എന്നായാലും അവരെ നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കില്ല. കമോൺ. അതെ, ഒന്ന് നിക്ക്. ഏയ്, നീ എങ്ങോട്ടേക്ക് ഓടുന്നു? അവിടെ നിക്ക. സോറി, ഭർത്താവാണെന്ന് വിചാരിച്ച്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. അമ്മേ, ദൈവം രക്ഷിച്ച് നമ്മൾ അവരുടെ കൈ പെടാതെ. നമ്മളെ തേടി അവരെവിടെ എത്തിയല്ലോ. നമ്മൾ വളരെ സൂക്ഷിക്കണം. രാമേശ്വരം ആയാലും കന്യാകുമാരി ആയാലും അവര് കണ്ടുപിടിക്കും. അങ്ങനെയൊന്നും പേടിക്കാതെ മോളെ. അങ്ങോട്ട് നോക്കിയേ, അവിടെ ആരും നമ്മളെ ശല്യപ്പെടുത്തില്ല. നമുക്ക് സന്തോഷമായിട്ട് അവിടെ കഴിയാം. ഓക്കേ. അവരാണെങ്കിൽ നമ്മുടെ കണ്ണു വെട്ടി ചോടി നടക്കുക. നമ്മൾ രണ്ടുപേരും എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അവർക്കറിയോ? അവളെന്നെ വേണ്ടാന്നും പറഞ്ഞ് വേറൊരുത്തനുമായി ഒളിച്ചോടി പോയവളാ. എന്നോട് അല്പം പോലും സ്നേഹമില്ലാതെ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയ എന്റെ ഭാര്യയെ അന്വേഷിക്കാൻ എനിക്കതിനെക്കുറിച്ചൊരു താല്പര്യവുമില്ല. അവളെക്കുറിച്ച് പറയുന്നതേ ഇഷ്ടമല്ല. ഈ ഭാര്യ ഭർത്താവ് എന്നത് ഒരു പവിത്രമായ ബന്ധമാണ്. സ്നേഹം, ഗൗരവം, രണ്ടുപേരും തമ്മിലുള്ള വിശ്വാസം, അതെല്ലാം ചേർന്നാണ് ഒരു കുടുംബം. എനിക്കതില്ല. ബലം പ്രയോഗിച്ച് അവളെ കൊണ്ടുവന്ന് ഇനിയൊരു കുടുംബജീവിതം നടത്താൻ എനിക്കിഷ്ടമില്ല. മനസ്സല്ലാതെ ശരീരത്തെ അവൾ സ്നേഹിക്കുന്നത്. ഇതുകൊണ്ട് ജീവിതത്തിൽ എന്ത് നേടാനാ? അത് വിദ്വേഷം, വെറുപ്പ്, അസൂയ, ഇതേ നേടാൻ കഴിയൂ. എന്തു പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും സന്തോഷമാണ് ജീവിതത്തിൽ വലുത്. അപ്പൊ നമ്മുടെ ആചാരമൊക്കെ? എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ ആചാരവും സമ്പ്രദായമൊക്കെ പരസ്പരം മനസ്സിലാക്കി ഒന്നിച്ചു ജീവിക്കുന്ന സന്തോഷമാണ് വലുത്. നീ തന്നെ നിന്റെ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ കണ്ടതല്ലേ? ഐ എം സോറി. നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടി പോയതിന് നിങ്ങളുടെ തെറ്റാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം നിങ്ങൾ വളരെ നല്ലവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഓ ദൈവമേ, കാശില്ലെങ്കിൽ എന്താ, ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞുകൂടാ. വരൂ. വരൂ. Come on, Priya. Come on. വിടരുത് അവരെ. Come on. വേണ്ട.